നമ്മുടെ കർത്താവായ യേശുവിന്റെ നിസ്തുല്യമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കൊല്ലകടവ് കൺവെൻഷന്റെ പ്രാരംഭ രാത്രിക്കായി ആദ്യമായി ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2013 ഞാൻ കൊല്ലകടവ് കൺവെൻഷൻ ആദ്യമായിട്ട് ദൈവത്തിന്റെ വചനവുമായി നിൽക്കുന്നത്. വീണ്ടും ഒരിക്കൽ കൂടെ ഈ കൺവെൻഷൻ സംബന്ധിക്കുവാനും ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുവാനും കർത്താവ് ഇങ്ങനെയൊരു സന്ദർഭം തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ദിവസങ്ങളിലെ പത്രങ്ങളും വിവിധ മാധ്യമങ്ങളിലൂടെയും ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ വിവിധ നിലവാരത്തിൽ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. രാവിലെ പത്രം ലഭിച്ചപ്പോൾ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് അഭിമാനിച്ചും സന്തോഷിച്ചും ജീവിച്ച കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ആശാവഹമായ ഒരു വാർത്തയുമായിട്ടല്ല ഈ പ്രഭാതം ഉണർന്നത്. 2050 ഏതാണ്ട് 30 വർഷത്തിനകം കേരളം മറ്റൊരു ദ്വീപായി മാറ്റപ്പെടുമെന്നും കേരളത്തിലെ പല ഭൂപ്രദേശങ്ങളും വെള്ളത്തിനടിയിലായി തീരുമെന്നും UN റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നതിന്റെ വാർത്ത നമ്മൾ വായിക്കുകയുണ്ടായി. ചില വർഷങ്ങൾക്കപ്പുറത്ത് എനിക്ക് ഓർമ്മയുണ്ട്, കാരയ്ക്കൽ ഫീത്തോമിന്റെ മുൻപിൽ വെച്ച് അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ച് ഞാൻ ബൈബിൾ സ്റ്റഡി എടുത്തപ്പോൾ 2050 യൂറോപ്യൻ രാജ്യങ്ങളിലും കേരളത്തിലും പല പട്ടണങ്ങളും ആഗോളതാപനത്തിന്റെ ഫലമായി ഭൂമിക്കടിയിലായിത്തീരുമെന്ന് അന്ന് ദൈവത്തിന്റെ വചനത്തിലൂടെ ഓർപ്പിക്കുകയുണ്ടായി. ഇന്നതൊരിക്കൽ കൂടെ സ്ഥിരീകരിച്ചുകൊണ്ട് ആ ദുരന്തം എത്രയും ആസന്നമാണെന്നും ഞാനും നിങ്ങളും ഒരു ദുരന്തമുഖത്താണ് നിൽക്കുന്നതെന്നും കേരളത്തിന്റെ ഭാവി ഒരിക്കലും സുരക്ഷിതമല്ല എന്ന് ഓർപ്പിക്കുന്നതായ ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ വീണ്ടും നമ്മുടെ കാതുകളിൽ എത്തുകയാണ് ചെയ്തത്. അതിലെല്ലാമുപരി ആകാശത്തിന്റെ ശക്തികൾക്ക് ഇളക്കം തട്ടുമെന്നുള്ള 2000 വർഷങ്ങൾക്കപ്പുറത്ത് ഒലിവുമലയിൽ വെച്ച് അരുമനാഥൻ തിരുവായി മൊഴിഞ്ഞ പ്രവചനത്തെ അക്ഷരം പ്രതി നിവർത്തിച്ചുകൊണ്ട് കേരളക്കര ജലപ്രളയത്താൽ ഒരുവിധത്തിൽ ദുരിതമനുഭവിക്കുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രകൃതി ശക്തികൾ വിവിധ നിലവാരത്തിൽ താണ്ഡവമാടുന്ന കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കണം. കഴിഞ്ഞ ദിവസത്തിലെ മംഗളം പത്രം കയ്യിൽ കിട്ടിയപ്പോൾ അമേരിക്കയിലെ അതിസമ്പന്നന്മാർ ഹോളിവുഡ് സിനിമാ താരങ്ങൾ താമസിക്കുന്നതായ പെൻസിൽവാനിയ മേഖലകൾ കാട്ടുതീ പടർന്നു പിടിപ്പിച്ചിട്ട് കോടിക്കണക്കിന് രൂപയുടെ ഡോളർ വിലയുള്ളതായ കെട്ടിടങ്ങൾ ഉപേക്ഷിച്ച് ജീവരക്ഷയ്ക്ക് വേണ്ടി ഹോളിവുഡ് സിനിമാ നടന്മാർ ഇറങ്ങി ഓടുന്നതായ വാർത്തകളും ചിത്രങ്ങളും പുറത്തു വരുവാനിടയായി തുടർന്നു. പ്രപഞ്ചത്തിന് ആഹ്വാനം ഭയങ്കരമായ വിനാശം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മെക്സിക്കോയിൽ ഭയങ്കരമായ ഭൂകമ്പം, കേരളത്തിൽ മഴ, ലക്ഷദ്വീപിൽ ഭയങ്കരമായ വെള്ളപ്പൊക്കം. എവിടെ നോക്കിയാലും മനുഷ്യന്റെ മനസ്സിൽ ഭീതിയുടെ കരുനിഴൽ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കണം. ഒരു യാഥാർത്ഥ്യം നമുക്കറിയാം, മുൻപിലുള്ള ഓരോ ദിവസങ്ങളും നമുക്ക് മുമ്പിൽ സുരക്ഷിതമല്ല. ആകയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടവരാണ് ദൈവമക്കളായ ഞാനും നിങ്ങളും. അതുകൊണ്ട് ഈ കൺവെൻഷൻ നമ്മൾ ഇവിടെ നടത്തുമ്പോൾ ഈ കൊല്ലകടവ് ദേശത്തിനു വേണ്ടി, ഈ കേരളക്കരയ്ക്ക് വേണ്ടി, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിനു വേണ്ടി, ലോകത്തിന്റെ സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ പ്രാരംഭമായിട്ട് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ആകയാൽ ഈ ദിവസങ്ങളിൽ നടക്കുന്നതായ സംഭവിക്കുന്ന പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും ജലപ്രളയത്തിൽ നിന്നും മറ്റ് ഭയങ്കരമായ സംഭവങ്ങളിൽ നിന്നും നമ്മുടെ രാജ്യത്തെ കർത്താവ് രക്ഷിക്കട്ടെ, കേരളത്തെ രക്ഷിക്കട്ടെ, ഇന്ത്യ മഹാരാജ്യത്തെ രക്ഷിക്കട്ടെ. കർത്താവിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെടുത്തണം. നമുക്കൊരു നിമിഷം ഈ കൺവെൻഷന്റെ ദൈവത്തിന്റെ ആലോചന ആരംഭിക്കും മുമ്പ് ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സർവശക്തനായൊരു ദൈവം നമുക്കുണ്ട്, പ്രാർത്ഥന കേൾക്കുന്നവനായൊരു ദൈവം നമുക്കുണ്ട്, അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തൊരു ദൈവം നമുക്കുണ്ട്, കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്നൊരു ദൈവം
ജീവൻ നമുക്കുണ്ട്. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, ദേശത്തെ ഓർത്ത് മനസ്സലിയണമേ. അബ്രഹാം ദൈവത്തോട് പറഞ്ഞു, ഒരു 10 നീതിമാന്മാരെങ്കിലും ആ പട്ടണത്തിലുണ്ടെങ്കിൽ ആ പട്ടണത്തെ നീ നശിപ്പിക്കുമോ? ദൈവം പറഞ്ഞില്ല, ഒരു 10 നീതിമാന്മാരെങ്കിലും ആ പട്ടണത്തിലുണ്ടെങ്കിൽ ഞാൻ അതിനെ നശിപ്പിക്കത്തില്ല. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, അവിടെ ഇവിടങ്ങളിൽ സ്വർഗത്തിലേക്ക് നോക്കി നിലവിളിക്കുന്ന ഭക്തന്മാരുടെ മുഖത്തെ ആദരിച്ചുകൊണ്ട് ദൈവമേ, രാജ്യങ്ങളോട് കരുണ കാണിക്കണമേ, ദേശത്തോട് കരുണ കാണിക്കണമേ, കുടുംബങ്ങളോട് കരുണ കാണിക്കണമേ. നമുക്കെല്ലാവർക്കും കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം ദൈവത്തോട് ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചിട്ട് എല്ലാ ദൈവമക്കളും വായു തുറന്ന് പ്രാർത്ഥിക്കാം. ദേശത്തിന്റെ വിടുതലിന് വേണ്ടി, പ്രപഞ്ച ശക്തികളുടെ സംഹാര താണ്ഡവം അവസാനിച്ച് ദേശത്ത് സ്വസ്ഥതയും സമാധാനവും വിളയാടുവാൻ വേണ്ടി നമുക്ക് എല്ലാ ദൈവമക്കൾക്കും ഒരു നിമിഷം വായു തുറന്ന് പ്രാർത്ഥിക്കാം. ജീസസ് Hallelujah, hallelujah, hallelujah. Praise Him. Shikadaba labaka thiribikada bananga thiribikada. Hallelujah, hallelujah, hallelujah. ചേർന്ന് നമുക്ക് ദൈവത്തിന്റെ കരം വെളിപ്പെട്ടു വരുവാനായി വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. Sodram, 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 Sodram. ഇതുവരെ ഈ കർത്താവിന്റെ സന്നിധിയില് വിവിധങ്ങളാകുന്ന ദൈവിക അനുഗ്രഹങ്ങളെ നമ്മൾ പ്രാപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴത്തെയും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ സൗന്ദര്യത്തെയും പ്രകീർത്തിക്കുന്ന മനോഹരമായ ഗാനങ്ങൾ പാടി ദൈവത്തിൽ സന്തോഷിക്കുവാനും ദൈവസ്നേഹത്താൽ നമ്മുടെ ഹൃദയങ്ങൾ നിറയുവാനും ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറഞ്ഞ് ദൈവികമായ വിടുതലും കൃപകളും അനുഭവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുകയുണ്ടായി. അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു വേർതിരിച്ച അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷിയും നമ്മൾ ഇതിനകം കേൾക്കുവാനിടയായി തുറന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ ദിവസത്തിലായിരിക്കുമ്പോൾ പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവത്തിന്റെ ആലോചനയിലേക്ക് കടക്കും മുമ്പ് ദൈവാത്മാവിനൊരു കാര്യം ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നത്, ശമൂവേൽ ദൈവത്തോട് പറഞ്ഞ്, യഹോവയെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. ഇന്ന് രാത്രി ഓരോ ഉള്ളങ്ങളും ദൈവത്തോട് പറയണം, കർത്താവേ, എന്നോട് നീ സംസാരിക്കണമേ, എന്നോടുള്ള ദൈവത്തിന്റെ അരുളപ്പാട് നീ എനിക്ക് അറിയിച്ചു തരണമേ. കർത്താവേ, ഞാൻ എന്ത് ചെയ്യണമെന്ന്, എങ്ങനെ ജീവിക്കണമെന്ന് ദൈവമേ നീ എന്നോട് സംസാരിക്കണമേ. കർത്താവേ, ഓരോ ദൈവമക്കളും അവിടെ ഹൃദയങ്ങള് കർത്താവിന്റെ സന്നിധിയിൽ പകർന്നുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിന്റെ ചില വിടുതലുകൾ ഇന്ന് രാത്രി നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. കേവലം ഒരു ദൈവത്തിന്റെ വചനം ആലോചന കേൾക്കുന്നതിലപ്പുറത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ദൈവത്തിന്റെ വചനത്താലുള്ളതായ അത്ഭുതകരമായ വിടുതലുകളെ അനുഭവിക്കുവാൻ ഇന്ന് രാത്രി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കി കൊടുത്തുകൊണ്ട് വേണം ദൈവത്തിലിരിക്കുവാൻ. കാരണം മനുഷ്യൻ പലവിധമായ പ്രശ്നങ്ങളാൽ നട്ടം തിരിയുന്നവനാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിലെ വ്യക്തിപരമായ പ്രശ്നങ്ങളുടെ കണക്ക് കൂട്ടി നോക്കിയാൽ പ്രിയാധിയമക്കളെ പലവിധമായ ഭാരങ്ങൾ മനുഷ്യനെ അലട്ടുന്നുണ്ട്. ഓരോ ഹൃദയങ്ങളിലും 100 സങ്കടങ്ങൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് പലരും ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് ദൈവസന്നിധിയിൽ കടന്നു വന്ന് മടങ്ങിപ്പോകുമ്പോൾ നിശ്ചയമായിട്ടും ദൈവത്തിന്റെ കരം കണ്ട്, ദൈവത്തിന്റെ പ്രവൃത്തി കണ്ട്, ദൈവം നൽകിയ വിടുതലുകൾ ഓർത്ത് ദൈവത്തെ സ്തുതിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരായി, സൗഖ്യം പ്രാപിച്ചവരായി, ചില കെട്ടുകൾ അഴിക്കപ്പെട്ടവരായി, പിശാച് കെട്ടിവെച്ചിരിക്കുന്ന ചില കയറുകൾ അഴിക്കപ്പെട്ടവരായി, ബന്ധനങ്ങൾ തകർക്കപ്പെട്ടവരായി ദൈവത്തിന്റെ സന്നിധി വിട്ട് അനുഗ്രഹത്തിന്റെ നിറവോടെ നിങ്ങൾ കടന്നു പോകണം. പക്ഷേ അത് പ്രാപിക്കുവാൻ തക്കവണ്ണം ഒരുക്കമുള്ളവരായി ദൈവത്തിന്റെ സന്നിധിയിൽ എഴുന്നെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. വിശുദ്ധ പൗലോസ് ലുസ്ത്രയിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെ ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ജന്മനാ തന്നെ മുടന്തനായ ഒരു മനുഷ്യൻ, ഇതുവരെയും നടന്നിട്ടില്ലാത്ത ഒരു മനുഷ്യൻ അവിടെ കുത്തിയിരിക്കുന്നത് പൗലോസ് കണ്ടു. അവന്റെ ഇരിപ്പും ദൈവവചനം കേൾക്കുവാനുള്ളവന്റെ ദാഹവും കണ്ടപ്പോൾ
പൗലോസിന് മനസ്സിലായി, പ്രാർത്ഥിച്ചാൽ ഇവന്റെ കെട്ടുകളെ അടിയും, ഇവന്റെ കാലുകൾക്ക് സൗഖ്യം വരും. പൗലോസ് പ്രാർത്ഥിച്ചു, യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുവാൻ പറഞ്ഞു. അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഇതുവരെ എഴുന്നേറ്റ് നടന്നിട്ടില്ലാത്ത മനുഷ്യൻ കാലുകൾ ഊന്നി കുതിച്ചു ചാടി നടക്കുവാൻ ഇടയായി തീർന്നുവെങ്കിൽ ഇന്ന് രാത്രി അതേ നിലവാരത്തിൽ ദൈവത്തിലിരിക്കണം. കർത്താവേ, ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ എനിക്ക് ഭാഗ്യം തരണമേ. ദൈവത്തിന്റെ കരം എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് കാണുവാൻ കർത്താവേ എന്റെ ഹൃദയത്തെ ഒരുക്കണമേ. ആ ഒരു മനസ്സോടെ ദൈവത്തിൽ ഇരിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ചില വിടുതലുകൾ കാണുവാൻ, ദൈവത്തിന്റെ പ്രവർത്തികൾ കാണുവാൻ ഇന്ന് രാത്രി നിങ്ങളുടെ കണ്ണുകൾക്ക് ഭാഗ്യം ലഭിക്കും. നമ്മുടെ ധ്യാനത്തിന് വേണ്ടി 66-ാം സങ്കീർത്തനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. 66-ാം സങ്കീർത്തനത്തിന്റെ 16-ാം വാക്യം വായിച്ചുകൊണ്ട് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. സകല ഭക്തന്മാരുമായുള്ളവരെ വന്നു കേൾപ്പിൻ, അവൻ എന്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. ഭക്തനായ ദാവീദിന്റെ സങ്കീർത്തനത്തിൽ നിന്ന് ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ദാവീദ് പറയുന്നു, സകല ഭക്തന്മാരുമായുള്ളവരെ വന്നു കേൾക്കുവീൻ, അവൻ എന്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ നിങ്ങളോട് വിവരിക്കാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട, കേൾക്കുമ്പോൾ തന്നെ അന്തരാത്മാവിൽ ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന മനോഹരമായൊരു വാക്യശകലമാണ് വായിച്ചു കേട്ടത്. സകല ഭക്തന്മാരുമായുള്ളവരെ വന്നു കേൾക്കുവീൻ, അവൻ എന്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ നിങ്ങളോട് വിവരിക്കാം. ഭക്തനായി ദാവീദിനെ പോലെ ജീവിത വഴിയിലെ അനുഭവത്തോടും നമുക്കും വിളിച്ചു പറയുവാനുണ്ടാകണം. ഈ ദേശത്തോട്, നമ്മൾ പാർക്കുന്ന ചുറ്റുപാടുകളോട്, നമ്മുടെ അയൽവാസികളോട്, നമ്മുടെ സ്നേഹിതരോട് നമുക്കും വിളിച്ചു പറയുവാൻ ദാവീദിനെ പോലെ അനുഭവങ്ങൾ ഉണ്ടാവട്ടെ. സകല ഭക്തന്മാരുമായുള്ളവരെ വന്നു കേൾക്കുവേൻ, അവൻ എന്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ നിങ്ങളോട് വിവരിക്കാം. പ്രിയാധിക മക്കളെ, ദാവീദിന്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ അതുല്യമായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ദാവീദ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അവന്റെ ജീവിതം കേവലം ഒരു ആട്ടിടയനായിട്ട് ആരംഭിച്ച് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ എക്കാലഘട്ടത്തിലും ഓർമ്മിക്കപ്പെടുന്നതായ വിസ്തൃതനായ ഒരു രാജാവായിട്ടാണ് ദാവീദിന്റെ ജീവിതം അവസാനിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ദാവീദ് ഇരുന്ന് ഭരിച്ചതായ സിംഹാസനത്തെ ദാവീദിന്റെ സിംഹാസനം എന്ന പേരിൽ സർവശക്തനായ ദൈവത്തിന്റെ പുത്രൻ മശിക ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് യെരൂശലേം കേന്ദ്രമാക്കി ഭരിക്കുമ്പോൾ ദാവീദിന്റെ സിംഹാസനത്തെ ഒരിക്കൽ കൂടെ സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്നെന്ന് പറയുമ്പോൾ ദാവീദിന്റെ സിംഹാസനത്തിന്റെ പ്രൗഢിയും മഹത്വവും നമുക്കൊരിക്കൽ കൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഈ ദാവീദിന്റെ ജീവിതത്തിൽ അവൻ കടന്നുപോയിട്ടില്ലാത്ത ജീവിത വഴികൾ ഇല്ല. ആട്ടിടയനായി ജീവിതം ആരംഭിച്ചതായ ദാവീദ് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഏറ്റവും മധുരമുള്ളതായ മനോഹരമായ ഗാനങ്ങൾ രചിച്ച മധുരഗായകനായിരുന്നു. അത് മാത്രമല്ല, ദാവീദിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു, അവൻ കിന്നര വീണയിൽ, കിന്നര വായനയിൽ നിപുണനായിരുന്നു ദാവീദ്. അവൻ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ ആലയത്തിലെ സംഗീത പ്രമാണിയും, അത് മാത്രമല്ല നൂറ്റാണ്ടുകളായി മാനവ ഹൃദയങ്ങളെ ദൈവസ്നേഹത്തിന്റെ അഗ്നിജ്വാലകൾ ആളിക്കത്തിച്ച മനോഹരമായ സങ്കീർത്തനങ്ങൾ എഴുതപ്പെട്ടതും ദൈവാത്മാവിൽ എഴുതപ്പെട്ടതും ദാവീദിന്റെ തൂലികയിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അങ്ങനെ ഏത് നിലവാരത്തിൽ നോക്കുമ്പോഴും ഇസ്രായേലിന്റെ ചരിത്രത്തിൽ അതുല്യമായ വ്യക്തിത്വത്തിന്റെ ഉടമയാകുന്നു ദാവീദ് എന്ന് പറയുന്നത്. ദാവീദിന്റെ ജീവിതത്തെ വ്യക്തിപരമായി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലി ചരിത്രത്തിൽ ദാവീദോളം ജീവിതത്തിന്റെ ഔന്നത്യത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള മറ്റൊരു മഹാനെ നമുക്ക് ഒരിക്കലും കണ്ടെത്തുവാൻ സാധിക്കത്തില്ല. കാരണം അത്രത്തോളം ദൈവത്താൽ ഉയർത്തപ്പെട്ടവനായിരുന്നു ദാവീദ്. പക്ഷേ അതിന്റെ മറുഭാഗത്തോ ദാവീദിനോളം ജീവിതത്തിൽ താഴ്ത്തപ്പെട്ട മറ്റൊരു മനുഷ്യനെയും നമുക്ക് കാണുവാൻ സാധിക്കത്തില്ല. ദാവീദ് അനുഭവിച്ച കഷ്ടതകളുടെയും ഉപദ്രവങ്ങളുടെയും നിന്ദകളുടെയും അപമാനങ്ങളുടെയും ആഴം നോക്കുമ്പോൾ ജീവിതത്തിൽ ഇത്രത്തോളം ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോയ മറ്റൊരു മനുഷ്യനെയും ഇസ്രായേൽ ചരിത്രത്തിൽ കാണുവാൻ സാധിക്കത്തില്ല. ഒരു ഭാഗത്ത് കഷ്ടതയുടെ ആഴങ്ങളും നിന്ദകളും അപമാനങ്ങളും ദാവീദ് അവൻ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോയപ്പോൾ മറുഭാഗത്ത് ഉയർച്ചയുടെ പടവുകൾ കയറി അവന്റെ ഔന്നത്യത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള മഹാനായിരുന്നു ദാവീദ് എന്ന് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ ദാവീദിന്റെ ജീവിതത്തെ ആകെക്കൂടെ ഒരുമിച്ച് ചേർത്ത് പഠിച്ചാൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ തിരുവെടുത്ത് പറയുന്നു, ദാവീദ് യഹോവയ്ക്ക് ബോധിച്ച പുരുഷനായിരുന്നു. ദാവീദ് യഹോവയ്ക്ക് ബോധിച്ച പുരുഷനായിരുന്നു.
മനുഷ്യനായിരുന്നു. അവൻ ദൈവത്തിന് പ്രിയനുമായിരുന്നു. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ദൈവത്തിന് പ്രിയനും ദൈവത്തിന് ബോധിച്ച മനുഷ്യനുമായിരുന്ന ദാവീദ് അവന്റെ കഴിഞ്ഞകാല ജീവിതത്തിന്റെ ഒരു ദശാസന്ധിയിൽ ഇരുന്നു കൊണ്ട് അവൻ ഓർത്തിട്ട് ദൈവം ചെയ്ത അത്ഭുതങ്ങൾ ഓരോന്ന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ദാവീദ് വിളിച്ചു പറയുകയാണ്, സകല ഭക്തന്മാരുമായുള്ളവരെ വന്നു കേൾക്കുവീൻ, അവൻ എന്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ നിങ്ങളോട് വിവരിക്കാം. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തിലൂടെ ഭക്തനായ ദാവീദിന്റെ ജീവിതത്തിൽ അവന്റെ പ്രാണന് വേണ്ടി ദൈവം ചെയ്തിട്ടുള്ള അത്ഭുതങ്ങളുടെ ഒരു നീണ്ട നിര നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണെന്ന് ചെയ്യുന്നത്. തിരുവെഴുത്തിലുടനീളം നമ്മൾ പഠിക്കുമ്പോൾ ദാവീദിന്റെ ജീവിതത്തിൽ ദൈവം തമ്പുരാൻ അവന്റെ പ്രാണന് വേണ്ടി ചെയ്ത അത്ഭുതങ്ങളുടെ നീണ്ട പട്ടിക നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നു. ചുരുക്കം ഭാഷയിൽ ദാവീദ് ഇപ്രകാരം സങ്കീർത്തനത്തിൽ എഴുതി വെച്ചു, അവൻ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും എന്റെ കർത്താവ് എന്നെ വിടുവിച്ചിട്ടുണ്ട്. വീണ്ടും ദാവീദ് പറയുന്നു, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്റെ കർത്താവ് എന്നെ പിടിച്ച് കയറ്റി, എന്റെ ഗമനത്തെ സ്ഥിരമാക്കി, എന്റെ കാലുകളെ ഒരു പാറമേൽ ഉറപ്പിച്ചു നിർത്തി. അവൻ എന്റെ വായിൽ മനോഹരമായ ഒരു പാട്ട് തന്നു. എന്റെ ദൈവത്തിന് സ്തുതി തന്നെ. ദാവീദ് അവന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകളും ഉപകാരങ്ങളും ഓരോന്നും എണ്ണി എണ്ണി പറയുകയാണ്. ഇന്ന് രാത്രി ദാവീദിന്റെ ജീവിതത്തിന്റെ അനുഭവത്തോടുകൂടി രചിച്ചിട്ടുള്ള മനോഹരമായ ഗാനങ്ങൾ ക്രൈസ്തവ കൈരളിയിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു രണ്ടുവരി പാട്ടൊന്ന് പാടിക്കൊണ്ട് നമുക്ക് വചന ശുശ്രൂഷയിലേക്ക് കടക്കാം. അവൻ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും, കണ്ണിനെ കണ്ണീരിൽ നിന്നു, അവൻ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എന്റെ കണ്ണിനെ കണ്ണീരിൽ നിന്നും, അവൻ എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും വിടുവിച്ചതോർക്കുള്ളം സ്തുതിച്ചിടുന്നേ. അവൻ എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും വിടുവിച്ചതോർക്കുള്ളം സ്തുതിച്ചിടുന്നേ. സ്തുതിച്ചിടുന്നേ, ഞാൻ സ്തുതിച്ചിടുന്നേ, പരമപിതാവിനെ സ്തുതിച്ചിടുന്നേ. സ്തുതിച്ചിടുന്നേ, ഞാൻ സ്തുതിച്ചിടുന്നേ, പരമപിതാവിനെ സ്തുതിച്ചിടുന്നേ. അവനെന്റെ ബലമുള്ള സംഗീതമേ, എന്റെ ആശാധികേതമേ, അവനെന്റെ ബലമുള്ള സംഗീതമേ, എന്റെ ആശാധികേതമേ. 18-ാം സങ്കീർത്തനത്തിന്റെ 16-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ ദാവീദിന്റെ ജീവിതത്തിൽ അവന്റെ പ്രാണന് വേണ്ടി ദൈവം ചെയ്ത അത്ഭുതകരമായൊരു പ്രവൃത്തിയെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. 18-ാം സങ്കീർത്തനത്തിന്റെ 16-ാം വാക്യം വായിക്കാം. അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. ദാവീദ് ഓർത്തിട്ട് പറയുന്നു, അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി എന്നെ പിടിച്ചു, അവൻ പെരുവെള്ളത്തിൽ നിന്നും എന്നെ വലിച്ചെടുത്തു. 18-ാം സങ്കീർത്തനത്തിൽ ഉടനീളം നമ്മൾ പഠിക്കുമ്പോൾ ദാവീദിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തതായ അത്ഭുതങ്ങളുടെ നീണ്ട നിര നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. ഇവിടെ ദാവീദ് പറയുകയാണ്, അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. ഇവിടെ ദാവീദിന്റെ ജീവിതത്തിൽ അവൻ കടന്നുപോയ, അവൻ അകപ്പെട്ടുപോയ പെരുവെള്ളങ്ങൾ എന്ന് പറയുന്നത് അവന്റെ ജീവിതത്തിൽ അവൻ നേരിട്ട കഷ്ടതകളാണ്. അവൻ അഭിമുഖീകരിക്കേണ്ടി വന്നതായ നിന്ദകളും അപമാനങ്ങളുമാണ്. നിന്ദകളും അപമാനങ്ങളും ദാവീദിന്റെ ജീവിതത്തിൽ പെരുവെള്ളം പോലെ അവനെ മൂടി തകർക്കുവാൻ ശ്രമിച്ചു. പക്ഷേ ദാവീദ് ആ പെരുവെള്ളങ്ങൾക്ക് മീതെ മറ്റൊരു കാര്യം കണ്ടു. ഉയരത്തിൽ നിന്നും ഒരു കൈ അവന് വേണ്ടി പ്രവർത്തിക്കുന്നത്, ഇറങ്ങി വരുന്നത് ദാവീദ് കണ്ടു. ദാവീദിന്റെ ജീവിതത്തിൽ ഭയങ്കരമായ കഷ്ടങ്ങളുടെയും ഭയങ്കരമായ നിന്ദങ്ങളുടെയും പെരുവെള്ളങ്ങൾ അവന്റെ ജീവിതത്തിൽ കടന്നു വന്നു. അതിന്റെ 4-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ദാവീദ് പറയുകയാണ്, പെരുവെള്ളം പോലെ അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു, മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള പാശങ്ങൾ എന്നെ വളച്ചു. അവൻ തന്റെ കഷ്ടതയിൽ ദൈവത്തോട് നിലവിളിച്ചു.
അവന്റെ നിലവിളിയുടെ ശബ്ദം ദൈവത്തിന്റെ കാതുകളിലെത്തി. ഭൂമി ഞെട്ടിവിറച്ചു, മലകളുടെ അടിസ്ഥാനങ്ങൾ ഇളകി. 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വായിക്കുന്നു, അവൻ ആകാശം ചായച്ചിറങ്ങി, ഉയരത്തിൽ നിന്ന് കൈനീട്ടി അവനെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്നും അവനെ വലിച്ചെടുത്തു. ദൈവം ദാവീദിന്റെ നിലവിളിയുടെ ശബ്ദം ദൈവത്തിന്റെ കാതുകളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവന്റെ കണ്ണുനീര് കണ്ട ദൈവം, അവന്റെ നിലവിളിയുടെ ശബ്ദം കേട്ട ദൈവം ആകാശത്ത് നിന്ന് അവന്റെ നിലവിളിയുടെ ശബ്ദം ദൈവത്തിന്റെ കാതുകളിലെത്തിയപ്പോൾ ദൈവം ദാവീദിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തുടങ്ങി. ദൈവം പ്രവർത്തിക്കുവാൻ തുടങ്ങിയപ്പോൾ തിരുവെടുത്ത് പറയുന്നു, ഭൂമി ഞെട്ടിവിറച്ചു, മലകളുടെ അടിസ്ഥാനങ്ങൾ ഇളകി. അവൻ ആകാശം ചായിച്ചിറങ്ങി വന്നിട്ട് ഉയരത്തിൽ നിന്ന് കൈനീട്ടി ദാവീദിനെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്നും അവനെ വലിച്ചെടുത്തു. അതുകൊണ്ട് 18-ാം സങ്കീർത്തനം ആരംഭിക്കുമ്പോൾ ദാവീദ് അനുഭവത്തോടുകൂടെ പറയുകയാണ്. 1-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് തുടങ്ങുന്നത്, എന്റെ ബലമായ യഹോവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എന്റെ ബലമായ യഹോവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പ്രിയാഠിയ മക്കളെ, എങ്ങനെ എന്റെ ദൈവത്തെ സ്നേഹിക്കാതിരിക്കുവാൻ സാധിക്കുന്നു? ഇന്ന് രാത്രി ജീവിത വഴിയിൽ ഇതുപോലെ ഒരനുഭവത്തിലൂടെ കടന്നു വന്നിരിക്കുന്ന ഒരു വ്യക്തി ജീവിതമെങ്കിലും ഈ കൺവെൻഷൻ ഗ്രൗണ്ടിൽ ഒരുപക്ഷെ കണ്ടേക്കാം. അഗാധ പ്രവാഹങ്ങളാൽ ചുറ്റി വലയപ്പെട്ടവരായി, മരണവാസങ്ങളാൽ ചുറ്റപ്പെട്ടവരായി, പാതാളവാസങ്ങളാൽ വലയം ചെയ്യപ്പെട്ടവരായി, പെരുവെള്ളം പോലെ കഷ്ടതകളും നിന്ദകളും അവമാനങ്ങളും നിങ്ങളെ ചുറ്റി ഭ്രമിപ്പിക്കുന്ന അവസ്ഥയിൽ നിങ്ങളെ സഹായിക്കുവാൻ ആരുമില്ലാതെ, രക്ഷിക്കുവാൻ ആരുമില്ലാതെ, ജീവിതത്തിൽ പെരുവെള്ളം പോലെ കഷ്ടതകളും പ്രയാസങ്ങളും അഭിമുഖീകരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് രാത്രി ഈ കൺവെൻഷൻ പന്തലിൽ നീ കടന്നു വന്നിരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ബുദ്ധി ഉപദേശിക്കുന്നു. ദാവീദിന്റെ ദൈവം നിന്റെയും ദൈവമാകുന്നു. പെരുവെള്ളത്തിൽ നിന്ന് ദാവീദിനെ വലിച്ചെടുക്കുവാൻ ഉയരത്തിൽ നിന്നും അവന്റെ കരങ്ങൾ നീട്ടിയെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നോട് അരുളപ്പാട് പറയുന്നു, ഇന്ന് രാത്രി നിന്റെ പെരുവെള്ളത്തിൽ നിന്നെ വലിച്ചെടുക്കുവാൻ അവന്റെ കരം നിനക്ക് വേണ്ടി നീട്ടുവാൻ ഇടയായി തീരും. പക്ഷേ നീ ദൈവത്തോട് നിലവിളിക്കണം. ദാവീദിനെ പോലെ അഗാധ പ്രവാഹങ്ങൾ നിന്നെ ചുറ്റിവളയുമ്പോൾ, പാതാളവാസങ്ങൾ ചുറ്റിവളയുമ്പോൾ, മരണവാസങ്ങളാൽ ചുറ്റി ജീവിതത്തിൽ നിരാശയുടെ അടിത്തട്ടിൽ അകപ്പെട്ട് ദുഃഖവും നെടുവീർപ്പും കൊണ്ട് നീ തകർന്നു പോകാതെ, നിന്നയും പരിഹാസങ്ങളും അവമാനങ്ങളും നിന്റെ ക്രിസ്തീയ ജീവിതത്തിന് വിരോധമായി കടന്നു വരുമ്പോൾ, പ്രിയ ദൈവമൈതലേ, നീ ഉയരത്തിലേക്ക് നോക്കി നിലവിളിക്ക്. ദാവീദ് നിലവിളിച്ചതുപോലെ നിലവിളിക്ക്. നിന്റെ നിലവിളിയുടെ ശബ്ദം ദൈവത്തിന്റെ കാതുകളിൽ എത്തിച്ചേരട്ടെ. എന്തിന് നീ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കുന്നു? മറ്റുള്ളവരോട് നിന്റെ ദുഃഖം നീ പങ്കിടുന്നു. നീ ഉയരത്തിലേക്ക് നോക്കി നിലവിളിക്ക്. ദാവീദ് അതല്ലേ ചെയ്തത്? ദാവീദ് ഉയരത്തിലേക്ക് നോക്കി നിലവിളിച്ചു. ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് അവന്റെ സങ്കടം ബോധിപ്പിച്ച് അവൻ കരഞ്ഞു. തിരുവെടുത്ത് വിളിച്ചു പറയുന്നു, അവന്റെ നിലവിളിയുടെ ശബ്ദം ദൈവത്തിന്റെ കാതുകളിലെത്തി. ദൈവം തമ്പുരാൻ ദാവീദിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇറങ്ങി. ഭൂമി ഞെട്ടിവിറച്ചു, പർവ്വതങ്ങളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആകാശം ചായിച്ച ദൈവം തമ്പുരാൻ ദാവീദിന്റെ അടുക്കൽ ഇറങ്ങി വന്നിട്ട് ഉയരത്തിൽ നിന്ന് കൈനീട്ടി അവനെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്നും അവനെ വലിച്ചെടുത്തു. ഇന്ന് രാത്രി ആ കർത്താവ് നിന്നോട് പറയുന്നു, നിന്റെ ജീവിതത്തിൽ നീ അഹങ്കരിക്കുന്ന പെരുവെള്ളത്തിൽ നിന്നും ഞാൻ നിന്നെ വലിച്ചെടുക്കാം. നിന്റെ കഷ്ടങ്ങളിൽ ഞാൻ നിന്നെ വീണ്ടെടുക്കാം. നിന്റെ പ്രയാസങ്ങളിൽ ഞാൻ നിന്നെ വീണ്ടെടുക്കാം. നീ അനുഭവിക്കുന്ന നിന്ദകളിൽ ഞാൻ നിന്നെ വീണ്ടെടുക്കാം. നിന്നെ തകർത്ത് കളയുവാൻ നിനക്ക് വിരോധമായിട്ട് ഉയർന്നു പോകുന്ന പെരുവെള്ളത്തിൽ നിന്നും ഞാൻ നിന്നെ വീണ്ടെടുക്കാം. ഒരു നിമിഷം ദൈവത്തിങ്കലേക്ക് നോക്കി നിലവിളിക്കുവാൻ നിനക്ക് കഴിയുമെങ്കിൽ ഇന്ന് രാത്രി സ്വർഗം ചായിച്ചിറങ്ങി വരുന്ന ഒരു ദൈവം നിനക്കുണ്ട്. നിന്റെ നിലവിളിയുടെ ശബ്ദം സ്വർഗത്തിലെത്തുമെങ്കിൽ നിന്റെ നിലവിളിയുടെ ശബ്ദത്തിങ്കൽ ഭൂമി ഞെട്ടിവിറയ്ക്കുവാനിടയായിത്തീരും. പർവ്വതത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുവാനിടയായിത്തീരും. ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം കണ്ടിട്ട് നീ മടങ്ങിപ്പോകണം. ഒരു കൺവെൻഷൻ സംബന്ധിച്ചിട്ട് വെറും കൈയോടെ മടങ്ങിപ്പോകുകയല്ല, ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിച്ചത് കണ്ടിട്ട് നീ മടങ്ങിപ്പോകണം. ദൈവത്തിന്റെ വിടുതൽ കാണണം. എത്ര ദൈവമക്കൾ ആഗ്രഹിക്കുന്നു? പ്രിയ ദൈവമക്കൾ, ഇന്ന് രാത്രി കൺവെൻഷന് വരുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഒരു ഭാരവുമായിട്ടല്ലേ നീ കടന്നു വന്നിരിക്കുന്നത്? ഒരു പ്രയാസവുമായിട്ടല്ലേ കടന്നു വന്നിരിക്കുന്നത്? ഇന്ന് രാത്രി നിന്റെ പ്രയാസങ്ങൾക്ക് ഒരു വിടുതൽ ഉണ്ടാവട്ടെ. ഒരു നിമിഷം ദാവീദിന്റെ ദൈവം നിന്റെ ദൈവമല്ലേ? നീ ദൈവത്തോടൊന്ന് പറ,
നീ ദൈവത്തോട് വായ് തുറന്ന് പ്രാർത്ഥിക്കുക. മൗനമായിട്ടിരിക്കാതെ ഈ ദൈവത്തിന്റെ ആലോചന കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഹൃദയങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് വായ് തുറന്നൊരു വിടുതലിന് വേണ്ടി ചോദിക്ക്. ദാവീദിന് വേണ്ടി ഇറങ്ങി വന്ന ദൈവമേ, പെരുവെള്ളത്തിൽ നിന്ന് അവരെ വലിച്ചെടുത്ത ദൈവമേ, ഇന്ന് രാത്രി ഞാൻ അനുഭവിക്കുന്ന കഷ്ടങ്ങളിൽ നിന്നും എന്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന പ്രയാസങ്ങളിൽ നിന്നും എന്റെ കർത്താവേ എന്നെ വലിച്ചെടുക്കണമേ. ആ പെരുവെള്ളത്തിൽ നിന്ന് വിളിച്ചെടുക്കുവാൻ നിന്റെ കരം എനിക്ക് വേണ്ടി നീട്ടണമേ. ഇന്ന് രാത്രി എത്ര ദൈവമക്കൾക്ക് നിലവിളിക്കുവാൻ സാധിക്കും, എത്ര ദൈവമക്കൾക്ക് കരയുവാൻ സാധിക്കും, ഉയരത്തിലേക്ക് നോക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ സാധിക്കും. നിശ്ചയമായിട്ടും ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. നിന്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം തരും ദൈവമൈതലേ. അവൻ നിന്നെ ഒരിക്കലും നിരാശനായി വിടത്തില്ല. കർത്താവ് പറഞ്ഞു, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയത്തില്ല, ഞാൻ ഒരിക്കലും നിന്നെ അനാഥനായി വിടുന്ന ദൈവമല്ല. പ്രിയ ദൈവമക്കൾ, നിന്റെ ഭാരം എന്റെ മേൽ വെച്ചുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്തിക്കൊള്ളാം. ദൈവം നിനക്ക് വാഗ്ദത്തം തരുന്നു. ഏതവസ്ഥയിൽ നീ കടന്നു വന്നിട്ടുണ്ടെങ്കിലും ഒരു നിമിഷം ദാവീദിന്റെ ദൈവത്തോട് നീ നിലവിളിക്ക്. നീ പറ, ദാവീദിന്റെ ദൈവമേ, നീ എന്റെയും ദൈവമാണല്ലോ, എനിക്കൊരു വിടുതൽ തരണമേ. ഈ പെരുവെള്ളത്തിൽ നിന്നെ വലിച്ചെടുക്കണമേ, ഈ നിന്നയിൽ നിന്നെ വലിച്ചെടുക്കണമേ, ഈ കഷ്ടതയിൽ നിന്നെ വിളിച്ചെടുക്കണമേ. നിന്റെ കരം എനിക്ക് വേണ്ടി നീട്ടണമേ. നിന്നയാ വെള്ളം ഞാൻ കടന്നപ്പോഴും ശോധനയാം തീയിൽ നടന്നപ്പോഴും, നിന്നയാ വെള്ളം ഞാൻ കടന്നപ്പോഴും ശോധനയാം തീയിൽ നടന്നപ്പോഴും നിന്നോടിരിക്കാമെന്നുരചിത വാഗ്ദത്തം എന്നിൽ നിവർത്തിച്ചല്ലോ. നിന്നോടിരിക്കാമെന്നുരചിത വാഗ്ദത്തം എന്നിൽ നിവർത്തിച്ചല്ലോ. പെരുവെള്ളം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന കഷ്ടതകളും നിന്ദകളും അപമാനങ്ങളും പ്രയാസങ്ങളുമാണ്. ഭക്തനായ യോബിന്റെ ജീവിതത്തിൽ ഇതുപോലെ പെരുവെള്ളം അവനെ ചുറ്റി വളയുവാനിടയായി തീർന്നു. ദാവീദിന്റെ ജീവിതത്തിൽ ഭക്തനായ യോബിന്റെ ജീവിതത്തിൽ പെരുവെള്ളം അവനെ മൂടി, അവനെ തകർത്ത് കളയുവാൻ ശ്രമിച്ചു. യോബിന്റെ പുസ്തകം 22-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവന്റെ സ്നേഹിതനായ എലീഫാസ് യോബിന്റെ കഷ്ടതയുടെ ആഴം കണ്ടിട്ട്, അരിഷ്ടതയുടെ ആഴം കണ്ടിട്ട് യോബിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യോബേ, വിളിച്ചു ചോദിക്കുകയാണ്. വായിക്കുക, 22-ന്റെ 11-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കട്ടെ. അല്ല നീ അന്ധകാരത്തെയും, യോബേ, അല്ല നീ അന്ധകാരത്തെയും നിന്നെ മൂടുന്ന പെരുവെള്ളത്തെയും കാണുന്നില്ലേ? യോബിനോട് ചോദിക്കുകയാണ്. എലീഫാസ് ചോദിക്കുകയാണ്, യോബേ, നീ ഈ പെരുവെള്ളത്തെയും നിന്നെ മൂടുന്നതായ അന്ധകാരത്തെയും നീ കാണുന്നില്ലേ? യോബിനോട് ചോദിക്കുക. യോബിനെ പെരുവെള്ളം മൂടി, അന്ധകാരം യോബിനെ മൂടുവാനിടയായി തീർന്നു. യോബ് എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരനല്ലേ. തിരുവെഴുത്ത് നമ്മൾ പഠിക്കുമ്പോൾ തിരുവെഴുത്തിൽ ഏറ്റവും പുരാതനമായ ഗ്രന്ഥമാണ് യോബിന്റെ പുസ്തകം. ക്രിസ്തുവിന് 3600 വർഷങ്ങൾക്കപ്പുറത്ത് ജീവിച്ചിരുന്ന ഭക്തനാണ് യോബ് എന്ന് പറയുന്നത്. സാധാരണക്കാരനായിരുന്നില്ല യോബ്. അവൻ വളരെ ഭക്തനായിരുന്നു, നീതിമാനായിരുന്നു, ദോഷം വിട്ട് അകന്നവനായിരുന്നു, ഒരു തെറ്റും ചെയ്യാത്തവനായിരുന്നു യോബ് എന്ന് പറയുന്നത്. പിശാചിന് പോലും അവനെക്കുറിച്ച് അസൂയുണ്ടായിരുന്നു. മഹാസമ്പന്നനായിരുന്നു യോബ്. അവൻ സാധാരണക്കാരനല്ല. അവന് 7000 ആടുകളും 3000 ഒട്ടകവും 500 കാളയും 500 പെൺകഴുതിയുമായ വലിയൊരു മൃഗസമ്പത്ത് അവനുണ്ടായിരുന്നു. അവന് 7 ആൺമക്കളും 3 പെൺമക്കളും ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ സമ്പത്ത്. ദേശത്തവൻ എന്ത് മാന്യനാണെന്ന് അറിയാമോ? സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ യൗവനക്കാരവരൊക്കെ അവനെ കണ്ടിട്ട് ഒളിക്കും. വൃദ്ധന്മാര് പോലെ എഴുന്നേറ്റ് നിൽക്കും. പ്രമുഖന്മാർ അവനെ കണ്ട വാപത്തി പിടിക്കും. അത്ര സമൂഹത്തിന്റെ മുൻപിൽ മാന്യതയുള്ളവനായ ഒരു മനുഷ്യനായിരുന്നു യോബ് എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും യോബ് വളരെ ഭക്തനായിരുന്നു. അവൻ സാധാരണക്കാരനല്ല. ഞാൻ ചിന്തിക്കുന്നു, ഈ കൊല്ലകടവ് ദേശത്ത് ഇതുപോലൊരു മനുഷ്യനെ കാണത്തില്ലെന്നേ, യോബിനെ പോലെ. കാരണം ഇവന് 7 മക്കളാ, 3 പെൺമക്കളും 10 സഹോദരങ്ങളും തമ്മിൽ എന്തോ ഒരു സ്നേഹമായിരുന്നറിയാമോ? അവര് വളരെ സ്നേഹത്തിലാ ജീവിച്ചത്. ഈ 7 മക്കളും ഓരോ ദിവസം അവരവരുടെ വീട്ടിലാണ് ഫീസ്റ്റ് വെക്കുന്നത്. എല്ലാവർക്കും സദ്യ വെക്കും. ഞായറാഴ്ച ദിവസം മൂത്തവന്റെ വീട്ടില്, തിങ്കളാഴ്ച രണ്ടാമത്തവന്റെ വീട്ടില്, ബുധനാഴ്ച, ചൊവ്വാഴ്ച മൂന്നാമത്തവന്റെ വീട്ടില്, 7 ദിവസവും
ദിവസവും 7 സഹോദരങ്ങൾ ചേർന്ന് അവിടെ വിരുന്നൊക്കെ ഒരുക്കി. സഹോദരങ്ങൾ 10 പേരെല്ലാം കൂടെ കൂടിയിരുന്ന്, അമ്മയും കൂടിയിരുന്ന് അവരവിടെ വർത്തമാനമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷത്തോടെ പോയി. അത്ര ഭയങ്കര കൂട്ടായ്മയായിരുന്ന കുടുംബത്തില് 7 ആമക്കളും 7 ദിവസവും ബുക്ക് ചെയ്തിട്ട് ആ കുടുംബത്തിലുള്ള 3 സഹോദരിമാരെയും വിളിച്ച് അമ്മയും എല്ലാവരും കൂടെ ചേർന്നിരുന്ന് അവര് ഇങ്ങനെ ആഹാരമൊക്കെ കഴിച്ച് സന്തോഷിക്കും. പക്ഷെ ഉള്ള കാര്യം പറയണമല്ലോ, ഭക്തനായ യോബ് ആ കൂട്ടത്തിൽ പോകത്തില്ല കേട്ടോ. യോബ് ആ സമയത്ത് എവിടെ പോകുമെന്നറിയാമോ? കൊല്ലകടവ് ബേത്തോമി വരും ഉപവാസം പ്രാർത്ഥനയ്ക്ക്. അവൻ അതാ ചെയ്യുന്നത്. ആ സമയത്ത് അവൻ ബേത്തോമി പോകും പ്രാർത്ഥനയ്ക്ക് വേണ്ടി. എന്താ കാര്യമെന്നറിയാമോ? യോൻ പ്രാർത്ഥനയ്ക്ക് പോകുന്നതിന്റെ കാര്യം എന്തെന്നറിയാമോ? യോൻ പോകുന്നത്, കർത്താവേ മക്കളെല്ലാം കൂടെ കൂടിയിട്ടുണ്ട്, എന്റെ ഭാര്യയുണ്ട്, അവൾ അത്ര റെഡിയൊന്നുമല്ല, അവളും കൂടിയിട്ടുണ്ട്. എവര് കൂടിയിരുന്ന് സംസാരിക്കുമ്പോഴേ എന്തെങ്കിലും ദൈവമേ നിനക്ക് ഇഷ്ടമില്ലാത്തത് വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടോ ആർക്കറിയാൻ സാധിക്കും. 10 മക്കളുടെയും പേര് പറഞ്ഞ് യോബ് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, അങ്ങനൊരു പിതാവിനെ ലോകത്തിൽ കാണുവാൻ സാധിക്കുമോ? ഓരോ മക്കളുടെ വീട്ടിലും കൂടിയിരുന്ന് മക്കളെല്ലാം കൂടെ ചേർന്ന് വിരുന്ന് കഴിച്ച് സന്തോഷിക്കുമ്പോൾ അവരുടെ പേര് പറഞ്ഞു പോയി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും യാഗം കഴിക്കുകയും ചെയ്യുന്ന ഒരു പിതാവിനെ നമുക്ക് കാണുവാൻ സാധിക്കുമോ? ഭക്തനായ യോബ് ആ നിലവാരത്തിൽ ജീവിച്ചവനെന്ന് സ്വന്തം മക്കളുടെ പേര് പറഞ്ഞ് ദൈവത്തിൽ പോയിരുന്ന് യാഗം കഴിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തവനായിരുന്നു യോബ് എന്ന് പറയുന്നത്. പക്ഷെ സംഭവിച്ചത് അവന്റെ ജീവിതത്തിൽ ഭയങ്കരമായ പരീക്ഷകൾ നേരിട്ടു. അവന്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടമായി തീർന്നു. ഒറ്റ ദിവസം കൊണ്ട് അവന്റെ മൃഗസമ്പത്ത് മുഴുവനും നശിച്ചു. അവന്റെ 7 ആൺമക്കളും 3 പെൺമക്കളും ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതെയായി തീർന്നു. അവന്റെ ജീവിതത്തിലെ സകല സമ്പാദ്യങ്ങളും നഷ്ടപ്പെട്ടു. അവന്റെ ശരീരമാസകലം നെറുക മുതൽ ഉള്ളങ്കാൽ വരെ പഴുക്കളാൽ ബാധിച്ചു. വ്രണങ്ങളാൽ നിറയപ്പെട്ടവനായി അവൻ വേദന സഹിക്കുവാൻ കഴിയാതെ ചാരത്തിരുന്ന് റോട്ടുകഷണം കൊണ്ട് ശരീരം ചുരണ്ടി ആശ്വസിച്ചു. എല്ലാവരും കൈവിട്ടു. സമൂഹത്തിലെ മാന്യത നഷ്ടപ്പെട്ടു. പിള്ളേരും പരിഹസിക്കുന്ന അവസ്ഥയിലായി തീർന്നു. ആരും ആശ്രയമില്ലാത്ത അവസ്ഥ. ഉള്ള കാര്യം പറയാമല്ലോ, അന്ന് കൈപിടിച്ചു കൊടുത്തപ്പോഴേ ഉയർച്ചയിലും താഴ്ചയിലും ദാരിദ്ര്യത്തിലും സമ്പത്തിലുമൊക്കെ കൂടെ ഇരിക്കണമെന്നും പറഞ്ഞ അവളെ ഏൽപ്പിച്ചത്. പക്ഷെ അവള് സമയമായപ്പോ വന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, മനുഷ്യ നിങ്ങൾ ഇനി ഇങ്ങനെ ഈ ചൊറിഞ്ഞുകൊണ്ടിരിക്കാതെ വല്ല സൈനൈഡ് വല്ലതും കഴിച്ച് അടുത്ത പരിപാടി നോക്ക് എന്ന് പറഞ്ഞു. സ്തോത്രം, നിങ്ങൾ പോയി ചാവു മനുഷ്യ എന്ന് പറഞ്ഞിട്ട് അവള് സ്ഥലം വിടാൻ നോക്കി. പ്രിയാടിയ മക്കളെ, ആരുമില്ലാത്ത അവസ്ഥ. എല്ലാവരും കൈവിട്ടു. 3 സ്നേഹിതന്മാർ കടന്നു വന്നു ആശ്വസിപ്പിക്കുവാൻ വേണ്ടി. അവരും കുറച്ചു നേരമൊക്കെ ആശ്വസിപ്പിക്കാൻ നോക്കിയിട്ട് അവരും അവസാനം കുറ്റം പറയാൻ തുടങ്ങി. അഭാവിന്ന് യോബ് പറയുന്നു, നിങ്ങളൊക്കെയും വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരാണ്. അവരുടെ കുത്തുവാക്ക് മറുഭാഗത്ത്, സമൂഹത്തിന് നിന്ന് മറുഭാഗത്ത് ഭാര്യ തള്ളിപ്പറഞ്ഞു, മക്കൾ മരിച്ചുപോയി, സമ്പത്ത് നഷ്ടപ്പെട്ടു, ശരീരത്തിന്റെ അരിഷ്ടത സഹിക്കാൻ വയ്യ, ഓട്ടുകഷ്ണം കൊണ്ട് ചുരണ്ടി ചാരത്തിലിടുന്നവൻ വെണ്ണീറിനിരുന്ന് നെടുവീർപ്പിട്ട് കഴിയുമ്പോൾ എലീഫാസ് വന്ന് അവനോടൊരു ചോദ്യം ചോദിക്കുകയാണ്, യോബേ നീ കാണുന്നില്ലേ? നിന്നെ മൂടുന്ന അന്ധകാരത്തെയും നിന്നെ മൂടുന്ന പെരുവെള്ളത്തെയും നീ കാണുന്നില്ലേ യോബേ? അത് ചോദിക്കുമ്പോൾ യോബ് ഒരു മറുപടി പറയുന്നുണ്ട്. യോബ് മറുപടി പറയുന്നത് എന്തെന്നറിയാമോ? കാണുന്നുണ്ട്. എന്താ കാണുന്നറിയാമോ? 29-ാമത്തെ ആയത്തിന്റെ 3-ാം വാക്യത്തിൽ യോബ് പറയുന്നു, എന്റെ തലയ്ക്ക് മീതെ അവന്റെ ദീപം പ്രകാശിക്കുന്നുണ്ട്, അതുകൊണ്ട് അവന്റെ വെളിച്ചത്താൽ ഞാൻ ഇരുളിൽ കൂടെ നടക്കും. ഭക്തനായ യോബിന്റെ പ്രത്യാശ നോക്കിക്കേ. ഈ കരിഷ്ഠതയുടെ നടുവില്, ഈ കഷ്ടതയുടെ നടുവിൽ യോബ് പറയുകയാണ്, ഈ എന്നെ മൂടുന്ന അന്ധകാരവും പെരുവെള്ളവും എന്നെ മൂടുമ്പോൾ ഞാൻ കാണുന്നത് എന്നെ ചുറ്റുന്നതായ അന്ധകാരത്തെയും പെരുവെള്ളത്തെയും അല്ല, എന്റെ തലയ്ക്ക് മീതെ എന്റെ ദൈവത്തിന്റെ ദീപം പ്രകാശിച്ചു നിൽക്കുന്നുണ്ട്. അതിന്റെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടെ നടക്കും. ഇത് പറഞ്ഞിട്ട് ഭക്തനായ യോബ് പറയുന്ന, അവൻ എന്നെ കൊന്നാലും ഞാൻ അവന് വേണ്ടി തന്നെ കാത്തിരിക്കും. ഇത് പറഞ്ഞിട്ട് ഭക്തനായ യോബ് വീണ്ടും പറയുകയാണ്, എനിക്കൊരു കാര്യം അറിയാം എലീഫാസേ, എനിക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്, എനിക്കൊരു വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നുണ്ട്. അവനൊരു നാൾ വരും, ഈ ഭൂമിയിലേക്ക് വരും. അവന്റെ ഭാഗങ്ങൾ ഈ ഭൂമിയിലെ പൊടിയിൽ വന്നു നിൽക്കും. അവൻ എന്റെ പ്രാണനെ വീണ്ടെടുക്കും. എന്റെ ശരീരം ഇങ്ങനെ അഴുകി എന്റെ ത്വക്ക് നശിച്ചു പോയാലും ഒരു പുതിയ ശരീരത്തോടെ ഞാൻ എന്റെ ദൈവത്തെ കാണും. എന്റെ സ്വന്തം കണ്ണുകൊണ്ട് എന്റെ ദൈവത്തെ കാണും. പ്രിയാറിയ മക്കളെ, ഭക്തനായ യോബിന്റെ പ്രത്യാശ, അവന്റെ ധൈര്യം, അവന്റെ ജീവിതത്തിലെ ദൈവത്തോടുള്ള ബന്ധം അവനെ മൂടുന്ന പരീക്ഷകളെയും അവനെ തകർക്കുന്ന പെരുവെള്ളത്തെയും അതിജീവിക്കുവാൻ അവന്റെ ജീവിതത്തിൽ സഹായിച്ചു. രാത്രികാലം ഒരുപക്ഷെ യോബിനെ പോലെ എല്ലാവരാലും ത്യജിക്കപ്പെട്ടവരായി, സകലരാലും കൈവിടപ്പെട്ടവരായി, സകലതും നഷ്ടപ്പെട്ടവരായി, നിരാശയുടെ അടിത്തട്ടിലാണ്ട്
കയ്യിലുണ്ടായിരുന്നതൊക്കെയും നഷ്ടപ്പെട്ട്, സമ്പാദ്യം നഷ്ടപ്പെട്ട്, ബിസിനസ് പരാജയപ്പെട്ട്, തൊഴിൽ നഷ്ടപ്പെട്ട്, കുടുംബം നഷ്ടപ്പെട്ട്, മക്കൾ നഷ്ടപ്പെട്ട്, സമൂഹത്തിലുള്ള സ്ഥാനമാനങ്ങളും പദവികളും നഷ്ടപ്പെട്ട്, എല്ലാവരുടെയും മുമ്പിൽ നിന്നാപാത്രമായി, പരിഹാസപാത്രമായി ഒരുപക്ഷെ യോബിനെ പോലെ ആയിരിക്കാം നീ ജീവിക്കുന്നത്. നിന്നെ തുറിച്ചു നോക്കി നിന്നെ കുറ്റം പറയുന്നവരും, അല്ല നിന്നെ മൂടുന്ന അന്ധകാരത്തെയും പെരുവെള്ളത്തെയും നീ കാണുന്നില്ലേ എന്ന് പറഞ്ഞ് നിന്നെ കുറ്റം വിധിക്കുന്നവരുടെ മുമ്പിൽ ഇന്ന് ധൈര്യമായിട്ട് നിനക്ക് വിളിച്ചു പറയാൻ സാധിക്കുമോ? എനിക്ക് മീതെ ഒരു ദീപം പ്രകാശിക്കുന്നുണ്ട്, ഒരു വിളക്കെന്റെ മേളിൽ കത്തി നിൽപ്പുണ്ട്. അതിന്റെ വെളിച്ചത്തിൽ ഞാൻ ഈ ഇരുട്ടിലൂടെ നടന്നു. ഇന്ന് രാത്രി എത്ര ദൈവമക്കൾക്ക് അത് പറയുവാൻ സാധിക്കും? യോബിന്റെ വിശ്വാസത്തെ ദൈവം മാനിച്ചു. സ്നേഹിതരെല്ലാം പിൻവാങ്ങിപ്പോയി. പക്ഷെ യോബിന് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം തമ്പുരാൻ ഇരട്ടിയായി കൊടുത്തു. അവന് നഷ്ടപ്പെട്ട സമ്പത്ത് തിരിച്ചു കൊടുത്തു. അവന് വീണ്ടും തലമുറകളെ കൊടുത്തു. അവൻ അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബജീവനം കൊടുത്തു. അവന് സമൂഹത്തിൽ വീണ്ടും സ്ഥാനവും മാനവും പദവിയും കൊടുത്തു. അവന് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം തമ്പുരാൻ വീണ്ടും തിരിച്ചു കൊടുത്തു. ഇന്ന് രാത്രികാലം കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും പെരുവെള്ളങ്ങൾ നിന്നെ മൂടുമ്പോൾ, അന്ധകാരം നിന്റെ ജീവിതത്തെ ചുറ്റിവലഞ്ഞു നിൽക്കുമ്പോൾ, പെരുവെള്ളത്തെ കണ്ട് നീ ഭ്രമിച്ചു പോകാതെ, ചുറ്റിവളഞ്ഞു നിൽക്കുന്നത് ആ ഇരുട്ടിനെ നോക്കി നീ പേടിക്കാതെ നീ പറ, അതിന്റെ മേളിൽ ഒരു ദീപം കത്തി നിൽക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. എന്റെ ദൈവത്തിന്റെ വെളിച്ചം ഞാൻ കാണുന്നുണ്ട്. ആ വെളിച്ചത്തിൽ ഞാൻ ഈ പരീക്ഷ അതിജീവിക്കും. ഈ കഷ്ടതയെ ഞാൻ അതിജീവിക്കും. അവന്റെ വെളിച്ചത്തിൽ ഞാൻ വീട്ടിലൂടെ നടക്കും. ഇന്ന് രാത്രി എത്ര ദൈവമക്കൾക്ക് ധൈര്യമായിട്ടത് പറയുവാൻ സാധിക്കും? നിശ്ചയമായിട്ട് നിന്റെ പ്രതിസന്ധി അവസാനിക്കും. നിന്റെ കഷ്ടത അവസാനിക്കും. നിശ്ചയമായിട്ട് നിനക്ക് നഷ്ടപ്പെട്ടതൊക്കെയും ഇരട്ടിയായി ദൈവം തമ്പുരാൻ തിരിച്ചു തരും. പ്രിയ സഹോദര സഹോദരി, എന്റെ ജീവിതത്തിലെ പരീക്ഷകൾ എല്ലാ കാലഘട്ടത്തിലും ഇല്ലെന്നേ. എല്ലാ കാലഘട്ടത്തിലും ദൈവം നിന്നെ പരീക്ഷിച്ചുകൊണ്ടിരിക്കത്തില്ല, പരീക്ഷിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കത്തുമില്ല. നിന്റെ കഷ്ടതയ്ക്ക് ഒരു അവസാനമുണ്ട്. നീ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് ഒരു അവസാനമുണ്ട്. ഒരല്പകാലത്തേക്ക് മാത്രം ദൈവം നിന്നെ അതിന് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. പക്ഷേ നിന്നെ മൂടുന്ന പെരുവെള്ളത്തെയും നിന്നെ ചുറ്റി വലയുന്ന അന്ധകാരത്തെയും നോക്കാതെ അതിന്റെ മുകളിൽ പ്രകാശിച്ചു നിൽക്കുന്ന ദൈവത്തിന്റെ ദീപത്തെ നീ കണ്ടാട്ട്, ദൈവത്തിന്റെ ഉയരത്തുനിന്നുള്ള കരത്തെ നീ കണ്ടാട്ട്, അത് കണ്ടിട്ട് പറ, എനിക്കിത് സാരമില്ല. ഇതിന്റെ ഇടയിലൂടെ നടക്കുവാൻ ദൈവം തമ്പുരാൻ എന്റെ കരത്തിൽ പിടിച്ചിട്ടുണ്ട്. അവന്റെ വെളിച്ചം എന്റെ തലയ്ക്ക് മീതെ പ്രകാശിക്കുന്നുണ്ട്. ഇന്ന് രാത്രി എത്രയധികം മക്കൾക്ക് ധൈര്യമായിട്ടത് പറയുവാൻ സാധിക്കും? നിന്നെ നേരിടുന്ന പരീക്ഷകളും ശോധനകളും കണ്ട് തകർന്ന് നിരാശപ്പെട്ട് ദുഃഖിതനായി എന്റെ ജീവിതം അവസാനിച്ചു, ഇനി എനിക്കൊരു ഭാവിയില്ല, ഒരിക്കലും ഞാൻ ഇനി അനുഗ്രഹിക്കപ്പെടത്തില്ല, എനിക്കൊരിക്കലും ഇനി ഒരു നന്മയുണ്ടാവത്തില്ല, ഈ നിലവാരത്തിൽ നിരാശപ്പെട്ട് അധൈര്യപ്പെട്ട് ഒരു വ്യക്തി പോലും ഇവിടെ ഇരിക്കരുത്. ഇന്ന് രാത്രി വിളിച്ചു പറ, എന്റെ കഷ്ടത മാറും, എന്റെ പ്രയാസങ്ങൾ മാറും, എന്റെ പരിശോധനകൾ മാറും, ഈ ഇരുട്ട് മാറും, ഈ പെരുവെള്ളം മാറും. എന്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും. എന്റെ ശത്രുക്കളുടെ മുമ്പിൽ എന്റെ ദൈവം എന്നെ ഉയർത്തും. ഇന്ന് രാത്രി ധൈര്യത്തോടെ വിളിച്ചു പറ. എന്നിട്ട് നിനക്ക് പറയുവാൻ സാധിക്കും, ദാവീദിനെ പോലെ സകല ഭക്തന്മാരെ വന്നു കേൾക്കുവീൻ, അവൻ എന്റെ പ്രാണന് വേണ്ടി ചെയ്തത് വിവരിക്കാം. അനുഭവത്തോടെ നമുക്ക് പറയാൻ സാധിക്കണം. അല്പം മുമ്പ് ഒരു സഹോദരന്റെ സാക്ഷ്യം കേട്ടല്ലോ. ഏതെല്ലാം ജീവിതത്തിന്റെ അരിഷ്ടതയുടെ ആഴങ്ങളിലൂടെ കടന്നുപോയി. ഒരു നേരത്തെ വിശപ്പിന് ആഹാരത്തിന് നിവൃത്തിയില്ലാതെ പട്ടിണി കൊണ്ട് വലഞ്ഞതായ നിമിഷങ്ങൾ. കഴിഞ്ഞ ഞായറാഴ്ച കുമ്പനാട് സഭയിലായിരുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട സെൻട്രൽ അപ്പച്ചൻ കടന്നു വന്നത്. സഭായത്തിനിടയിൽ അപ്പച്ചൻ ചില അനുഭവങ്ങൾ പറഞ്ഞു. ഒരു അനുഭവം കേട്ടപ്പോൾ എന്റെ ഹൃദയം തകർന്നുപോയി. ഞാൻ മുറിക്കകത്ത് വന്നിട്ടും എന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. രാത്രിയിൽ കിടന്നിട്ടും എന്റെ മനസ്സിൽ നിന്ന് ഒരു അനുഭവം പോകുന്നില്ല. സ്കൂളിൽ പഠിക്കുന്ന സമയം ഉച്ചഭക്ഷണമില്ല. ഭേത്തോമിലാണ് താമസിക്കുന്നത്. ഭക്ഷണത്തിന് നിവൃത്തിയില്ല. പൊതി കെട്ടി കൊടുത്തിട്ടില്ല. കൂടെ കൊള്ളത് ആ കുട്ടികൾക്ക് എല്ലാവർക്കും ഭക്ഷണമുണ്ട്. അവരൊരുമിച്ചിരുന്ന് ക്ലാസ്സിൽ ഭക്ഷണം കഴിക്കുന്നു. ബാക്കിയുള്ളവർ അടുത്ത വീടുകളിൽ പോയി ഭക്ഷണം കഴിക്കും. അപ്പച്ചനും അവിടെ കൂട്ടുകാരുടെ കൂടെ ഇറങ്ങി വീട്ടിലേക്ക് പോകുന്ന രീതിയിൽ പോകും. കുണ്ടറ ആറുമുറിക്കട ഭാഗത്ത് വന്നിട്ട് കൂടെ വരുന്നവരിടത്തോട്ടും വലത്തോട്ടും പോകുമ്പോൾ, അവരുടെ വീടുകളിലേക്ക് പോകുമ്പോൾ അപ്പച്ചനും ഏതോ ഒരു വീട്ടിൽ പോകുന്നതായിട്ടൊന്ന് ഭാവിച്ചിട്ട് അവിടെ കറങ്ങി നിൽക്കും. മറ്റുള്ളവർ തിരിച്ചു വരുമ്പോൾ അവരുടെ കൂടെ തിരിച്ച് വീണ്ടും സ്കൂളിലേക്ക് കടന്നു പോകും. അവർ വിചാരിക്കും അടുത്ത് എവിടെ വീടുണ്ട്, അവിടെ പോയി കഴിച്ചിട്ട് വന്നതാണെന്ന് ചിന്തിക്കും. പക്ഷേ
പൊട്ടിയ വയറുമായി വിശപ്പും താങ്ങിക്കൊണ്ട് കഴിച്ചവനെ പോലെ വീണ്ടും പോയി ക്ലാസ്സിലിരിക്കും. ആ അനുഭവങ്ങളൊക്കെ കഴിഞ്ഞ വിശുദ്ധ സഭായത്തിൽ ബഹുമാനപ്പെട്ട അപ്പച്ചൻ പറഞ്ഞപ്പോൾ, പ്രിയാടി യുവക്കളെ, ദൈവം തമ്പുരാൻ വിശ്വസ്തനല്ലേ? ദൈവം തമ്പുരാൻ ആ അവസ്ഥയിൽ നിന്ന് എന്തുമാത്രം തന്നെ മാനിച്ചു ഉയർത്തി. നിശ്ചയമായിട്ടും നിന്റെ അരിഷ്ടതയ്ക്കപ്പുറത്ത് ദൈവം തമ്പുരാൻ നിനക്കൊരു അനുഗ്രഹിക്കപ്പെട്ട ഭാവി കരുതി വെച്ചിട്ടുണ്ട്. വിശ്വസ്തനായി ജീവിക്ക്. യോബിന്റെ ദൈവം നിന്റെ ദൈവമാണ്. ദാവീദിന്റെ ദൈവം നിന്റെ ദൈവമാണ്. നിശ്ചയമായിട്ടും നിന്റെ ജീവിതത്തിന് ദൈവം തമ്പുരാൻ മാറ്റം വരുത്തും. അതുകൊണ്ട് പെരുവെള്ളത്തെ കണ്ടിട്ട്, ചുറ്റിവലയുന്നതായ അന്ധകാരത്തെ കണ്ടിട്ട് ഭ്രമിച്ചു നോക്കാതെ നീ ഉയരത്തിലേക്ക് നോക്ക്. നിന്നെ പിടിക്കുവാൻ വേണ്ടി നീട്ടുന്ന അവന്റെ ആണിപ്പാടുള്ള കരം നീ കാണ്. യോബിനെ പോലെ നീ നോക്ക്. നിന്റെ തലയ്ക്ക് മീതെ പ്രകാശിച്ചു നിൽക്കുന്ന ദൈവത്തിന്റെ ദീപം നീ കാണ്. എന്നിട്ട് നീ സന്തോഷത്തോടെ നിന്റെ ജീവിതയാത്ര മുന്നോട്ട് നയിച്ചാട്ടെ. ആകയാൽ ദാവീദ് പറയുന്നു, അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. പ്രിയാടിയ മക്കളെ, പെരുവെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നവനാണ് ദൈവം. പ്രിയാടിയ മക്കളെ, നമ്മളെ തകർക്കുവാൻ, നമ്മളെ ഒടുക്കിക്കളയുവാൻ, ഇല്ലായ്മയാക്കി കളയുവാൻ ആര് ശ്രമിച്ചാലും ദൈവം നമ്മളെ കുറിച്ച് കരുതിയിട്ടുണ്ടോ? നമ്മളെ തകർക്കുവാൻ ആരെ കൊണ്ടും സാധിക്കത്തില്ല. ഭക്തനായ മോശയുടെ ജീവിതത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കിയാട്ടെ. മോശയുടെ ജീവിതത്തെക്കുറിച്ച് അവന് പേരിട്ട് തന്നെ മോശ എന്ന് പേരിടാൻ കാരണം വെള്ളത്തിൽ നിന്ന് അവനെ വലിച്ചെടുത്തത് കൊണ്ടാണ് മോശ എന്ന് പേരിട്ടത്. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നു, വായിച്ചാട്ടെ. ഞാൻ അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞ് അവൾ അവന് മോശെ എന്ന് പേരിട്ടു. ഞാനവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞിട്ട് അവന് മോശ എന്ന് പേരിട്ടു. പ്രിയാടിയ മക്കളെ, മോശയുടെ ജീവിതത്തെ നമുക്കറിയാമല്ലോ. വെള്ളത്തിൽ നിന്ന് ദൈവം തമ്പുരാനും വലിച്ചെടുത്തതാണ് മോശയെ. എന്ന് വെച്ചാൽ സാധാരണ കാര്യമല്ല, രാജാവിന്റെ കൽപ്പനയാണ്. ഇസ്രായേൽ കുടുംബത്തിൽ ജനിക്കുന്ന ആൺസന്തതികളെ മുഴുവനും കൊന്നുകളയണം. ആ കുടുംബത്തിൽ ആൺസന്തതി ജനിച്ചു. അമ്മയുടെ കണ്ണുനീര് വിലാപം. മൂത്ത സഹോദരിയുണ്ട്. സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല, പക്ഷെ വളർത്തുവാൻ നിവർത്തിയില്ല. ഞാങ്ങടെ കൊണ്ടൊരു പെട്ടകമുണ്ടാക്കി അത് ടാറുകൊണ്ട് മനോഹരമായിട്ട് അടച്ചു സീൽ ചെയ്തിട്ട് അതിനകത്തോട്ട് ഈ കുഞ്ഞിനെ കിടത്തി. പരിച്ഛേദന കഴിച്ചതായ മോശ എന്ന കുഞ്ഞിനെ ഞാങ്ങണപ്പെട്ടകത്തിനകത്ത് ടാറുകൊണ്ട് സീൽ ചെയ്ത് അടച്ചതായ ഞാങ്ങണപ്പെട്ടകത്തിനകത്ത് മോശയെ വെച്ച് അടച്ചിട്ട് നൈൽ നദിയുടെ നീലപ്പരപ്പിലേക്ക് ഒഴുക്കി വിട്ടു. ദുഃഖത്തോടമ്മ ഒഴുക്കി വിട്ടു. പക്ഷെ അവന്റെ മൂത്ത സഹോദരി മിരിയാമിന് തന്റെ പൊന്നാങ്ങള കുഞ്ഞാങ്ങള വെള്ളത്തിലൂടെ ഒഴുകി നൈൽ നദിയുടെ ഓളപ്പരപ്പിലൂടെ ഒഴുകിപ്പോകുന്നത് കണ്ട് ദുഃഖം സഹിക്കവയ്യാതെ നൈൽ നദിയുടെ ഓരം പറ്റി അവൾ നടന്ന് മുന്നോട്ട് പോകുമ്പോൾ, പ്രിയാടിയ മക്കളെ, ഫറവോൻ രാജാവിന്റെ പുത്രിയും സംഘവും കുളിക്കുവാൻ കടവിൽ വന്നിരിക്കുന്നു. അവർ നോക്കിയപ്പോൾ നൈൽ നദിയിലൂടെ ഇതാ ഒരു പെട്ടി ഒഴുകി വരുന്നു. അവർ പെട്ടെന്ന് പെട്ടി ഒന്ന് എടുത്തു, അടുത്തേക്ക് അടുപ്പിച്ചു, തുറന്നു നോക്കിയപ്പോൾ ദിവ്യസുന്ദരനായ ഒരു ആൺകുഞ്ഞിരുന്ന് കളിക്കുന്നു പെട്ടകത്തിനകത്ത്. അവൾക്ക് അത് കണ്ടിട്ട് വിസ്മയം തോന്നി. ഈ കുഞ്ഞിനെ വളർത്തണം. ഇതാരെ കൊണ്ട് വളർത്തുവാൻ സാധിക്കും? പ്രിയാടിയ മക്കളെ, വെള്ളത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട മോശ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞവന് മോശ എന്ന് പേരിട്ടു. എവിടെയാണ് വളർത്തിയത്? ശത്രുവിന്റെ കൊട്ടാരത്തിനകത്ത് വളർത്തുവാൻ ദൈവം തമ്പുരാൻ അവനെ ഉപയോഗിച്ചു. ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് 40 വയസ്സ് വരെ മോശ വളരുവാൻ ഇടയായി തീർന്നു. പ്രിയാടിയ മക്കളെ, ഒരു വലിയ സംഭവം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ, ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുവാൻ ദൈവത്തിന് മോശയെ ആവശ്യമുണ്ടെങ്കിൽ, നൈൽ നദിയുടെ ഓളങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞാലും ആ ഓളപ്പരപ്പിൽ നിന്ന് വലിച്ചെടുക്കുവാൻ ദൈവത്തെ കൊണ്ട് കഴിയും. അതാണ് ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞിരിക്കുന്നത്. ആകയാൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് നിന്നോട് ദൂത് പറയുകയാണ് ചെയ്യുന്നത്. നിന്നെ ഒടുക്കി കളയുവാൻ, നിന്നെ തകർത്തു കളയുവാൻ ശത്രു നിനക്ക് വിരോധമായി പ്രവർത്തിക്കുമ്പോൾ, പ്രിയാടിയ പൈതലേ, ദൈവത്തിന് നിന്റെ ആവശ്യമുണ്ട്. ദൈവത്തിന് നിന്റെ ആവശ്യമുണ്ട്. വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കുവാൻ ദൈവത്തെ കൊണ്ട് കഴിയും. എല്ലാവരും നിന്നെ കൈവിട്ട് കളയട്ടെ, ആരും നിന്നെ ആദരിക്കാതിരിക്കട്ടെ. നിന്നെ കുറിച്ച് ദൈവത്തിന് പ്ലാനുണ്ടോ അത് ദൈവം നിവർത്തിക്കുക തന്നെ ചെയ്യുമെന്നേ. മനുഷ്യർക്ക് ആർക്കും അത് തടയുവാനായിട്ട് സാധിക്കത്തില്ല. മനുഷ്യന്റെ കരങ്ങൾക്കും അത് ഒരിക്കൽ പോലും സാധിക്കത്തില്ല. ഞാൻ ഓർക്കുന്നു, ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ ഭവനത്തിൽ വന്നു. ട്രെയിനിങ് സമയത്ത് കൊട്ടാരക്കര സെൻട്രൽ ഫെയ്ത്ത്
നമ്മൾ ട്രെയിനിങ്ങിന് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു, ഈ സൈമൻ എന്ന് പറഞ്ഞൊരു പാസ്റ്റർ ഉണ്ടായിരുന്നു. അവിടെ കടമ്പനാട്ടിരുന്നാണ് മരിച്ചു. ഒരു റിട്ടയർഡ് പട്ടാളക്കാരനായിരുന്നു. പഴയ വേലക്കാർക്കൊക്കെ അറിയാൻ സാധിക്കും. സൈമൻ അപ്പച്ചൻ ഒരിക്കൽ വന്ന് ഞാൻ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോ എന്നോട് പറഞ്ഞു, റോയി, നീ ഈ സഹോദരന്മാരുടെ കൂടെ കിടന്ന് തമാശ പറയുകയും ചിരിക്കുകയൊന്നും ചെയ്യരുത്. കൂടുതൽ തമാശ പറയരുത്, ചിരിക്കരുത്. പിന്നെ ബൈബിൾ ശരിക്കും വായിച്ചു പഠിക്കണം, പിന്നീട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഞാൻ പറഞ്ഞു, എന്താ പച്ച കാര്യം? ദൈവം നിന്നെ ഈ വേലയ്ക്ക് കൊണ്ടുവന്നതിന് ദൈവത്തിന്റെ പ്ലാൻ ഉണ്ട്. അത് എന്താ പച്ച? അത് ഞാൻ ഇപ്പം പറയത്തില്ല, നീ ട്രെയിനിങ് ബ്രദറാണ്, നിന്നോടിപ്പം പറയത്തില്ല. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്കൊരു ദർശനം തന്നു. ഞാനത് എന്നെങ്കിലും നിന്നോട് പറഞ്ഞോളാമെന്ന് പറഞ്ഞു. അപ്പച്ചൻ അത്രമാത്രം പറഞ്ഞു. ഞാൻ അതിന്റെ ഹൃദയത്തിൽ കുറിച്ചിട്ടു. പാസ്റ്റർ സൈമൺ പറഞ്ഞ വാക്ക്, പ്രിയ ദൈവമക്കളെ, കടമ്പനാട് വേത്തോമിൽ വെച്ച് സൈമൻ അപ്പച്ചൻ മരിക്കുവാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ അപ്പച്ചന്റെ അരിക്കൽ ചെന്ന് കണ്ടപ്പോ ചോദിച്ചു, അപ്പച്ചൻ അന്ന് നിങ്ങളോട് കാര്യം പറഞ്ഞല്ലോ, എന്തായിരുന്നു? പറഞ്ഞു, റോയി, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഒരു ദർശനം കണ്ടു. ഞാൻ പ്രാർത്ഥനയിൽ എനിക്കൊരു ദൈവം ദർശനം തന്നു. ആ ദർശനത്തിൽ നീ ആയിരക്കണക്കിന് ജനത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ വചനം ശക്തിയോടെ പ്രസംഗിക്കുന്നത് കാണിച്ചു. ദൈവം തമ്പുരാൻ നിന്നെ ഈ സുവിശേലയ്ക്ക് വേണ്ടി കൊണ്ടുവന്നപ്പോൾ ഒരു കൺവെൻഷൻ പ്രാസംഗികനാക്കി തീർക്കുവാനാണ് ദൈവം നിന്നെ കൊണ്ടുവന്നിട്ടുള്ളത്. ആ ശുശ്രൂഷ ദൈവം നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. തക്ക സമയത്ത് ദൈവം നിവർത്തിക്കും. വിശ്വസ്തനായി ജീവിച്ചു കൊള്ളണം. ഞാനന്ന് പറഞ്ഞതുപോലെ നിന്നോട് പറയുന്നു, ആവശ്യമില്ലാത്ത തമാശകൾ പറയരുത്. ആവശ്യമില്ലാതെ നീ കൂട്ടുകെട്ടുകൂടി നടക്കരുത്. വചനം നന്നായി പഠിക്കണം, പ്രാർത്ഥിക്കണം. ഇത്രമാത്രം ഉപദേശം സൈമനപ്പച്ചൻ എനിക്ക് തന്നു. കർത്താവിന്റെ വേലയിൽ 12 വർഷം പിന്നിട്ടു. എന്നെ പ്രസംഗിക്കാൻ ആരും വിളിച്ചിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ നടന്ന് പരസ്യങ്ങൾക്കൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. അഞ്ചലൊരു പ്രസംഗം, അന്ന് പുനലൂർ സെന്റർ ഡിവൈഡ് ചെയ്ത കാലഘട്ടം, അഞ്ചൽ കൺവെൻഷൻ, അഞ്ചൽ സുവിശേഷ മീറ്റിംഗിൽ തമിഴ്നാട്ടിൽ നിന്ന് ഒരാൾ വരാമെന്ന് പറഞ്ഞു. സമയമായപ്പോ പുള്ളി എത്തിയിട്ടില്ല. മരിച്ചുപോയ പാസ്റ്റർ സി തോമസ് അവിടെ ഇരിക്കുന്നത്. കൊട്ടാരക്കര സെന്ററിലെ പാസ്റ്ററെ വിളിച്ചു പറഞ്ഞു, റോയിയെ ഒന്ന് പ്രസംഗിക്കാൻ വിട്ടു തന്നാൽ കൊള്ളാമായിരുന്നു. ആളിനെ കിട്ടിയില്ല, പക്ഷെ നടത്തിപ്പുകാർ അനുവദിച്ചില്ല. പറഞ്ഞു, പറ്റത്തില്ല, റോയിക്ക് ഭയങ്കര തിരക്കാണ്, കൺവെൻഷന്റെ തിരക്കാണ്, ഇവിടുന്ന് വിടാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. ഒഴിഞ്ഞുപോയി. പ്രിയാളി യുമക്കളെ, അത് ഞാൻ അറിഞ്ഞു. പക്ഷേ സമയത്ത് വേറൊരു കാര്യം സംഭവിച്ചു. എന്നെ വിടാതിരുന്നിട്ട് ആ സമയമായപ്പോൾ ആ സെൻട്രൽ പാസ്റ്റർ എന്നോട് പറഞ്ഞു, റോയി, നീ ഒരുങ്ങി അഞ്ചൽ സുവിശേഷ മീറ്റിംഗിന് പോകണം, പോയിട്ടൊരു സാക്ഷി പറഞ്ഞിട്ട് തിരിച്ചു വന്നേക്കാൻ പറഞ്ഞു. പ്രിയാളി യുമക്കളെ, എന്നെ പറഞ്ഞ് സാക്ഷിക്ക് വിട്ടു. സംഭവിച്ചെന്നറിയാമോ? 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ട്രാൻസ്ഫർ എറണാകുളത്തേക്ക് 2009 ഏപ്രിൽ മാസം 5-ാം തീയതി ഞാൻ എറണാകുളത്ത് ചെന്ന് ഇറങ്ങുന്നു. 21-ാം തീയതി ഞാൻ ആദ്യമായിട്ട് കൺവെൻഷൻ പ്രസംഗിക്കുവാൻ കയറുകയാണ്. 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രസംഗിക്കുവാൻ കൺവെൻഷൻ സ്റ്റേജിലേക്ക് ദൈവം തമ്പുരാൻ എന്നെ കൊണ്ടുവന്നു. ഇപ്പോൾ കൺവെൻഷൻ ഫീൽഡിൽ 10 വർഷം കഴിഞ്ഞിരിക്കുന്നു. ദൈവം തമ്പുരാൻ ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ വിശ്വസ്തനായത് നിവർത്തിച്ചു. പ്രിയ ദൈവമക്കളെ, നമ്മളെ കൊണ്ട് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ അതിനെ മാറ്റിമറിക്കാൻ ലോകത്തിൽ ആരെ കൊണ്ട് സാധിക്കത്തില്ല. ദൈവത്തിന് നിന്നെ മാനിക്കണമെന്നുണ്ടോ? ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കണമെന്നുണ്ടോ? ദൈവത്തിന് നിന്നെ ഉയർത്തണമെന്നുണ്ടോ? അതിന് തടയിടുവാൻ ലോകത്തിൽ ആര് ശ്രമിച്ചാലും, ഏതെല്ലാം പ്രതിബന്ധങ്ങൾ വന്നാലും, നിന്നെ ഒതുക്കി കൂട്ടി ഞാങ്ങണപ്പെട്ടിക്ക് അകത്താക്കി നൈൽ നദിയിൽ ഒഴുക്കിക്കളഞ്ഞാലും ആ വെള്ളത്തിൽ നിന്നെ വലിച്ചെടുത്ത് നിന്നെ ഉയർത്തുവാൻ കഴിവുള്ളവനായൊരു ദൈവം നിനക്കുണ്ട്. അത് മോശയുടെ ജീവിതമാണ്, അത് ദാവീദിന്റെ ജീവിതമാണ്, അത് ഇയ്യോബിന്റെ ജീവിതമാണ്. അതുകൊണ്ട് നീ വിളിച്ചു പറയണം, സകല ഭക്തന്മാരുമായുള്ളവരെ വന്നു കേൾപ്പീൻ, അവൻ എന്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ നിങ്ങളോട് വിവരിക്കാം. ദൈവം തമ്പുരാൻ ഒരാളെ ഉയർത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ആർക്കും തടസ്സപ്പെടുത്താൻ സാധിക്കത്തില്ല. നിങ്ങൾക്കറിയാമോ, ഭക്തനായ ദാവീദിന്റെ ജീവിതം തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. ഇതുപോലെ വലിച്ചെടുക്കപ്പെട്ടവനാണ് ദാവീദ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ഇസ്രായേലിൽ ശൗല് ഭരിക്കുന്ന കാലഘട്ടം ദൈവത്തിന്റെ രാജധർമ്മങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് അവൻ ജീവിക്കുമ്പോൾ ദൈവം പ്രവാചകനായ ശമൂവേലിനോട് പറഞ്ഞു, ഇസ്രായേൽ രാജസ്ഥാനത്തിരിക്കുവാൻ ഇശായിയുടെ സന്തതിയിൽ ഒരു മകനെ ഞാൻ കണ്ടിട്ടുണ്ട്. നീ ഇശായിയുടെ കുടുംബത്തിൽ പോയിട്ട് ഇസ്രായേലിന് രാജാവായിട്ട് ഒരുത്തനെ അഭിഷേകം ചെയ്യണം. ഇശായിയെ കണ്ടിട്ട് ശമൂവേൽ പ്രവാചകൻ പറഞ്ഞു, നിന്റെ കുടുംബത്തിൽ നിന്റെ മക്കളിൽ ഒരാളെ ഇസ്രായേലിന്റെ രാജാവായിട്ട് വാഴിക്കുവാൻ ദൈവത്തിന്റെ നിയോഗമുണ്ട്. പക്ഷെ ഞാൻ നിന്റെ കുടുംബത്തിൽ വന്ന് രാജാവായിട്ട് വാഴിച്ചു കഴിഞ്ഞാലേ ശൗലതറിഞ്ഞാൽ പ്രശ്നമായി തീരും. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, നമുക്കവിടെ ഒരു യാഗഭോജനം വെക്കാം. യാഗം ക്രമീകരിച്ചിട്ട് യാഗഭോജനം
ക്രമീകരിക്കണം. ആ യാഗസദ്യയിൽ ഞാൻ പങ്കെടുക്കും. അവിടെ വെച്ച് നിന്റെ മക്കളിൽ ഒരാളെ ഞാൻ, ദൈവം പറയുന്ന ഒരാളെ ഇസ്രായേലിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യും. ഇശായിയുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. ഇശായിക്ക് 8 മക്കളാ ഉള്ളത്. മക്കളെ എല്ലാവരെയും വിളിച്ചു, മൂത്തവൻ ഉൾപ്പെടെ 7 പേരെയും വിളിച്ചു നിർത്തി. എല്ലാവരെയും വിളിച്ചു. യാഗഭോജനങ്ങളെല്ലാം ഒരുക്കി, സദ്യയെല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുന്നു. മൂത്തവൻ സാധാരണക്കാരനല്ല. പണ്ട് ശൗലിനോടുകൂടെ ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്യുവാൻ കടന്നുപോയി ഏലിയാബ്, അബീനദാബ്, ശമ്മ, ഇവരൊക്കെ നല്ല യുദ്ധവീരന്മാരാണ്. കണ്ടതല്ല ആരോഗ്യ ഓജസ്സുള്ളവരാണ്. ഇവരിൽ ആരെങ്കിലും ആയിരിക്കും ഇസ്രായേലിന്റെ രാജാവായി വാഴിക്കപ്പെടേണ്ടവൻ. ഇശായി മക്കളെ ഒക്കെ നിരത്തി അവിടെ നിർത്തി കേട്ടോ. പക്ഷെ ഏറ്റവും ഒരുത്തനുണ്ടായിരുന്നു. ഏറ്റവും ഇളയവൻ കൊച്ചു പയ്യൻ ദാവീദ്. അവനോട് പറഞ്ഞു, ഇടാ ആടുകളെ തീറ്റാൻ നീ വനാന്തരത്തിൽ പൊക്കോളാൻ പറഞ്ഞു. സ്വന്തം ജ്യേഷ്ഠന്മാരിൽ ഒരുത്തനെ രാജാവായിട്ട് വാഴിക്കുന്ന അഭിഷേക ശുശ്രൂഷയ്ക്ക് നിൽക്കുവാനോ, അവരുടെ കൂടെ സാപ്പാട് കഴിക്കാൻ പോലും, ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പോലും അനുവദിക്കാതെ അവനോട് പറഞ്ഞു, കാട്ടിൽ പോയി ആടിനെ തീറ്റടാന്ന് പറഞ്ഞു. പാവം ദാവീദ് അവൻ ഇടയസഞ്ചിയും തോളിലെടുത്ത് പൊക്കടവും കയ്യിൽ പിടിച്ച് കവണയും എടുത്തുകൊണ്ട് അവൻ കീറിപ്പറിഞ്ഞ വസ്ത്രവുമായിട്ട് ഇടയന്റെ കോലും കയ്യിൽ പിടിച്ചുകൊണ്ട് വനാന്തരത്തിൽ ആടുകളെ തീറ്റുവാൻ പോയി. ദൈവമക്കളെ, വീട്ടിൽ ഭയങ്കരമായ യാഗം നടക്കുന്നു, യാഗത്തിന്റെ സദ്യ നടക്കുന്നു. ജനങ്ങളെല്ലാം കൂടി വന്നിട്ടുണ്ട്. ശമൂവേൽ പ്രവാചകൻ പറഞ്ഞു, ഇശായിയേ നിന്റെ മക്കളെ വിളിച്ച് മൂത്തവനെ വിളിച്ച് ഏലിയാബ് കണ്ടിട്ട് പറഞ്ഞു, കണ്ടില്ലേ ഇവൻ ശൗലിന്റെ സേനയിൽ പെട്ടവനായിരുന്നു. ഫിലിസ്ത്യരോട് യുദ്ധം ചെയ്യുവാൻ ഇവരായിരുന്നു മുമ്പിലുണ്ടായിരുന്നത്. നല്ല പൊക്കവും വണ്ണമൊക്കെ ഉള്ളവനാണ്. ഇസ്രായേലിന്റെ രാജാവായിട്ടിരിക്കുവാൻ യോഗ്യനാണ്. പക്ഷെ ദൈവം ശമൂവേലിനോട് പറഞ്ഞു, അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തെരഞ്ഞെടുത്തിട്ടില്ല. പറഞ്ഞു, രണ്ടാമത്തവനെ വിളിച്ചാട്ടെ. അബീനദാബിനെ വിളിച്ചു. അബീനദാബിനെ കണ്ടപ്പോഴും ഇവനും ശൗലിന്റെ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ളവരാണ്. ഇവനും പോരാളിയാണ്, സൈനികനാണ്. ഇവനെയും ഇസ്രായേലിന്റെ രാജാവായിട്ട് വാഴിക്കാൻ കൊള്ളാം. പക്ഷെ ദൈവം തമ്പുരാൻ പറഞ്ഞു, അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തെരഞ്ഞെടുത്തിട്ടില്ല. അടുത്തവനെ വിളിക്കാൻ പറഞ്ഞു. ഷമ്മയെ വിളിച്ചു. ഷമ്മയെ വിളിച്ചു നിർത്തി. അവനെയും കാണിച്ചു, യോഗ്യനാണ്, രാജാവായിരിക്കാൻ കൊള്ളാം. പക്ഷേ ദൈവം തമ്പുരാൻ പറഞ്ഞില്ല, ഞാൻ അവനെ തെരഞ്ഞെടുത്തിട്ടില്ല. 7 മക്കളെയും വിളിച്ചു നിർത്തി. ദൈവം തമ്പുരാൻ പറഞ്ഞില്ല, ഞാൻ അവനെ തെരഞ്ഞെടുത്തിട്ടില്ല. അവസാനം ഒരു ചോദ്യം ശമൂവേൽ പ്രവാചകൻ ചോദിച്ചു, ഇനി നിനക്ക് മക്കൾ ആരെങ്കിലും ഉണ്ടോ? ഇശായി പറഞ്ഞു, ഉണ്ട്, ഒരുത്തനുണ്ട്, പയ്യനാണ്, കൊച്ചു പയ്യനാണ്, വലിയ കഴിവും എടുക്കൊന്നും ഇല്ല, അതുകൊണ്ട് അവനും ഇവിടെ ഇല്ല. അവനെന്തേ? അവനെ ഞാൻ ആടുകളെ തീറ്റാൻ കാട്ടിൽ വിട്ടിരിക്കുകയാണ്. ശമൂവേൽ പ്രവാചകൻ പറഞ്ഞു, അവനെ വിളിച്ചുകൊണ്ട് വന്ന്, അവൻ വന്നിട്ടല്ലാതെ ഞാൻ ഭക്ഷണം കഴിക്കത്തില്ല. വനാന്തരത്തിൽ പ്രിയാടിയ മക്കളെ കവണയും കയ്യിൽ പിടിച്ച് തുരുത്തിയിൽ വെള്ളവും കുടിച്ചുകൊണ്ട് ആടുകളെ തിറ്റി മുഷിഞ്ഞു നാറിയ വസ്ത്രവും ധരിച്ചുകൊണ്ട് ദാവീദ് നിൽക്കുമ്പോൾ ഒരു വിളി വരുന്നു, ദാവീദേ! ദാവീദിനെ വിളിച്ചു. ദാവീദ് വിചാരിച്ചു സാപ്പാട് കഴിക്കാനായിരിക്കും, ഭക്ഷണം റെഡിയായി കാണും. വിളിച്ചു. ദാവീദ് ഓടി, ഭക്ഷണം കഴിക്കാനായിരിക്കും. പ്രിയാടിയ മക്കൾ ഇടയസഞ്ചിയും കയ്യിൽ പിടിച്ചു വടിയുമായിട്ട് ഓടി വിളിച്ച്, നിന്നെ വിളിക്കുന്നു, വീട്ടിൽ വിളിക്കുന്നു. ഭക്ഷണം കഴിക്കാനുള്ള ആവേശത്തോടെ ദാവീദ് വീട്ടിൽ ചെന്നപ്പോഴേ ഇശായി പറഞ്ഞതാണ്, ഇതാ ഇളയ പയ്യന, ഇവനെ ഉള്ളി. പെട്ടെന്ന് ദൈവം പറഞ്ഞു, ഇസ്രായേലിന്റെ അവകാശത്തിന് വേണ്ടി ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇവനാകുന്നു. ഇവനെ കണ്ടപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ശമൂവേലിന്റെ മേൽ വന്നു. ശമൂവേൽ ചാടിയെഴുന്നേറ്റു. തൈലക്കൊമ്പെടുത്ത് അഭിഷേക തൈലം അവന്റെ തലയിലൊഴിച്ച് അഭിഷേകം ചെയ്തിട്ട് ഇസ്രായേലിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നത് ഇവനാണെന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദാവീദ് പിന്നീട് സങ്കീർത്തനം എഴുതിയപ്പോൾ എഴുതി വെച്ചു, എന്റെ അപ്പനും അമ്മയും എന്നെ മറന്നു കളഞ്ഞു, പക്ഷെ എന്റെ ദൈവമോ എന്നെ ചേർത്തുകൊണ്ടു. ഇന്ന് രാത്രി എത്ര ദൈവമക്കൾക്ക് പറയാൻ സാധിക്കും, സകലരും നിന്നെ വെറുക്കട്ടെ, സകലരും നിന്നെ മറക്കട്ടെ, എല്ലാവരും നിന്നെ തള്ളിക്കളയട്ടെ, പക്ഷെ നിന്നെ മറക്കാത്തൊരു ദൈവം നിനക്കുണ്ട്, നിന്നെ തള്ളിക്കളയാത്തൊരു ദൈവം നിനക്കുണ്ട്. ആ ദൈവത്തെ മാത്രം നീ സേവിക്കുക. ആ ദൈവത്തിന്റെ പ്രത്യേകത, അവൻ പറയുന്നു, അവൻ പെരുവെള്ളത്തിൽ നിന്ന് നിന്നെ വലിച്ചെടുത്തു, അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി. രക്ഷിക്കുന്നവനാണ്. ജീവിതത്തിൽ പരീക്ഷകളും പ്രയാസങ്ങളും കഷ്ടങ്ങളും വരുമ്പോഴേ തളർന്നു പോകരുതേ. ദൈവം തമ്പുരാൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി നമ്മെ രക്ഷിക്കും. അവൻ പെരുവെള്ളത്തിൽ നമ്മെ വലിച്ചെടുക്കും. പരീക്ഷകളുടെയും കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും നടുവില് ദൈവം നമ്മെ വിടിവിക്കണമെങ്കിൽ ഒരു വ്യവസ്ഥയുണ്ട്. അതുകൂടെ ഞാനൊന്ന് പറഞ്ഞേക്കാം. ആ വ്യവസ്ഥ പാലിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ രക്ഷയെ പ്രാപിക്കുവാൻ സാധിക്കത്തുള്ളൂ. ദൈവം തമ്പുരാൻ എന്തുകൊണ്ടാണ് ദാവീദിന്റെ മേൽ കടന്നു വന്ന പെരുവെള്ളത്തിൽ നിന്നും അവനെ വലിച്ചെടുത്തത്? ഒന്ന്, ദാവീദിന് ഒരു തകർന്ന ഹൃദയമുണ്ടായിരുന്നു. ദാവീദിനൊരു നുറുങ്ങിയ ഹൃദയമുണ്ടായിരുന്നു. ദാവീദിന് ഒരു ഏറ്റുപറയുവാനുള്ള ഹൃദയമുണ്ടായിരുന്നു. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്കത് ആവശ്യമാണ്. തകർന്നു നുറുങ്ങിയും ഏറ്റുപറച്ചിലുള്ളതുമായൊരു ഹൃദയമുണ്ടോ? മനുഷ്യ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാത്തത് ആരുമില്ലെന്നേ. മനുഷ്യന് തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ സംഭവിക്കും. പക്ഷെ ദൈവം നിന്നെ നോക്കുന്നത്
നിന്റെ ഹൃദയത്തിന്റെ നിലവാരമാണ്. ദൈവസന്നിധിയിൽ ഒരു ഉടഞ്ഞ ഹൃദയം നിനക്കുണ്ടോ? നിനക്കൊരു തകർന്ന ഹൃദയമുണ്ടോ? ഏറ്റുപറയുന്ന ഒരു ഹൃദയമുണ്ടോ? അതോ നിന്റെ പാപത്തിന് മറപിടിച്ചിട്ട് നല്ലവനെന്ന് ചമഞ്ഞ് ജീവിക്കുകയാണോ? ദാവീദ് അത് ചെയ്തില്ല. ദാവീദ് എന്താ ചെയ്തെന്നറിയാമോ? 32-ാം സങ്കീർത്തനത്തിലേക്ക് വന്നാട്ടെ, അതിന്റെ 5ഉം 6ഉം വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ദാവീദ് സങ്കീർത്തനത്തിൽ എഴുതി വെച്ചു. 32-ാം സങ്കീർത്തനത്തിന്റെ 5ഉം 6ഉം വാക്യങ്ങൾ വായിച്ചു നോക്കിയാട്ടെ. ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, എന്റെ അകൃത്യം മറച്ചതുമില്ല, എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താകുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവന്റെ അടുക്കലോളം എത്തുകയില്ല. അടുത്തത്, നീ എനിക്ക് മറവിടമാകുന്നു, നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും, രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. നീ ഒന്ന് ധ്യാനിച്ചു നോക്ക്. പെരുവെള്ളം നിന്റെ നേരെ കവിഞ്ഞു വരുമ്പോൾ അത് നിന്റെ അടുക്കലോളം എത്തത്തില്ല. അത് നിന്റെ അടുക്കൽ എത്താതിരിക്കാൻ ഒരു വഴിയുണ്ട്. എന്തെന്നറിയാമോ? ദാവീദ് പറയുന്നു, ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, എന്റെ അകൃത്യം മറച്ചു വെച്ചതുമില്ല, എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൻ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് ദൈവത്തെ കണ്ടെത്തും. പെരുവെള്ളം നിന്റെ തലയ്ക്ക് മീതേ കവിഞ്ഞു വരുമ്പോൾ അത് നിന്റെ അടുക്കലോളം എത്തത്തില്ല. അവൻ നിനക്കൊരു മറുവിടമായിരിക്കും. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് അവൻ നിന്നെ ചുറ്റിക്കൊള്ളും. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ബുദ്ധി ഉപദേശിക്കുന്നു. പെരുവെള്ളം നിന്റെ തലയ്ക്ക് മീതേ കവിഞ്ഞു വരുമ്പോൾ അത് നിന്റെ അടുക്കലോളം എത്താതിരിക്കുവാൻ ഇന്ന് രാത്രി ഏറ്റുപറയുന്നൊരു ഹൃദയം നിനക്കുണ്ടാവട്ടെ. നിന്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ തെറ്റുകളുണ്ടല്ലോ, തിരുവെടുത്ത് വിളിച്ചു പറയുന്നു, തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. പാപത്തിന് മറയിട്ടുകൊണ്ട് ജീവിച്ചു പോകുന്നവനെ ഒരു കാലത്ത് നിന്റെ ജീവിതത്തിൽ നന്മ പ്രാപിക്കുവാൻ സാധിക്കത്തില്ല. നിനക്ക് ശുഭം വരത്തില്ല. ദാവീദ് അങ്ങനെ ജീവിച്ചെന്നേ. ദാവീദ് ഒരു കാലത്ത് അവന്റെ പാപത്തിന് മറയിട്ടുകൊണ്ട് ഏറ്റുപറയാതെ ജീവിച്ചു. ആ കാലഘട്ടത്തിൽ അവന്റെ ജീവിതത്തെക്കുറിച്ച് 32-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ എന്റെ അസ്ഥികൾ നിത്യമായ ഞരക്കത്താൽ ക്ഷയിച്ചുപോയി. നിന്റെ കൈ രാവും പകലും എന്റെ മേൽ ഭാരമായി തീർന്നു. വേനൽക്കാലത്തിൽ ഉഷ്ണത്താൽ എന്ന പോലെ എന്റെ അസ്ഥിയിലെ മജ്ജകളൊക്കെയും വറ്റിപ്പോയി. പ്രിയാടിയ മക്കളെ, പാപത്തിന് മറയിട്ടുകൊണ്ട് പാപത്തെ മറച്ചു വെച്ചുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും അനുഗ്രഹമുണ്ടാവത്തില്ല. ശരീരത്തിൽ ഒരിക്കലും സൗഖ്യമുണ്ടാവത്തില്ല. നിന്റെ അസ്ഥികൾക്കൊരിക്കലും സൗഖ്യമുണ്ടാവത്തില്ല. രാവും പകലും ദൈവത്തിന്റെ കൈ നിന്റെ മേലൊരു ഭാരമായി കിടക്കും. എന്താ കാരണം? നീ പാപത്തിന് മറപിടിച്ചുകൊണ്ട് ജീവിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ അകൃത്യങ്ങളെ മനഃപൂർവ്വമായിട്ട് ഏറ്റുപറഞ്ഞ് നിനക്ക് ജീവിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ തിരുവെടുത്തു പറയുന്നു, പെരുവെള്ളം നിന്റെ അടുത്തു വരുമ്പോൾ കവിഞ്ഞു വരുമ്പോൾ അത് നിന്റെ അടുക്കലോളമെത്താതെ അവനൊരു മറവിടമായിട്ട് അവിടെ നിൽക്കും. ആകയാൽ പാപത്തിന് മറയിട്ടുകൊണ്ട് ജീവിക്കരുത്. ഈ കൺവെൻഷൻ ദൈവം തമ്പുരാൻ നമുക്ക് തന്നിരിക്കുന്നത് അറിഞ്ഞും അറിയാതെയും കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു പോയിട്ടുള്ളതായ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ നിനക്ക് സാധിക്കുമോ? അനുതാപത്തോടെ ഏറ്റുപറയുവാൻ സാധിക്കുമോ? തമ്പുരാനെ, പറ്റിപ്പോയി, എന്റെ ജീവിതത്തിൽ കുറവുകൾ സംഭവിച്ചു, ഞാൻ ബലഹീനനാണെന്ന് ഏറ്റുപറയുവാൻ സാധിക്കുമോ? എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിന്റെ അവസാന വരിയിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനൊരു വാക്യം പറയുന്നു, അകൃത്യത്തിൽ ജീവിതം കഴിക്കുന്ന ഒരുത്തനും ശക്തി പ്രാപിക്കത്തില്ല. ആ ഭാഗം മാത്രം ഒന്ന് വായിച്ചാട്ടെ. 7-ന്റെ 13-ാം വാക്യം മാത്രം ഒന്ന് വായിച്ചാട്ടെ. അകൃത്യത്തിൽ ജീവിതം കഴിക്കുന്ന ഒരുത്തനും ശക്തി പ്രാപിക്കില്ല. അകൃത്യത്തിൽ ജീവിതം കഴിക്കുന്ന ഒരുത്തനും ശക്തി പ്രാപിക്കത്തില്ല. ആകയാൽ ഇന്ന് രാത്രികാലം നിനക്കൊരു വിടുതൽ വേണമോ? നിനക്ക് ദൈവത്തിന്റെ സന്ധിയിൽ നിന്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം വേണമോ? നിന്നെ മൂടുന്ന പെരുവെള്ളങ്ങൾ നിന്നെ വിട്ടു പോകണമോ? നിന്നെ ചുറ്റുവളയുന്ന അന്ധകാരം നിന്നെ
നിന്റെ ജീവിതത്തെ വിട്ട് മാറണമോ? നിന്റെ പ്രയാസങ്ങളും പരീക്ഷകളും കഷ്ടങ്ങളും നിന്നെ വിട്ട് മാറണമോ? പെരുവെള്ളം നിന്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ ഒരു മറുവിടമായി ദൈവം തമ്പുരാൻ നിന്റെ മുൻപിൽ നിൽക്കണമോ? ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. നിന്റെ ലംഘനങ്ങളെ ദൈവത്തോട് ഏറ്റുപറ. നിന്റെ പാപത്തിന് മറപിടിക്കാതെ ദൈവസന്നിധിയിൽ ചെന്നിട്ട്, അപ്പാ തെറ്റിപ്പോയി, ഞാൻ കുറവുകളുള്ളവനാണ്, ഞാൻ കുറവുകളുള്ളവളാണ്, എന്റെ വാക്കിലും പ്രവൃത്തിയിലും എന്റെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. തിരുവെടുത്ത് പറഞ്ഞിരിക്കുന്നത് പോലെ മനഃപൂർവ്വമായിട്ട് ഏറ്റുപറയുവാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ ഒരു തിരുവെടുത്ത് പറയുന്നു, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ഇന്ന് രാത്രികാലം ഈ കൺവെൻഷൻ സംബന്ധിച്ചിരിക്കുന്ന സ്നേഹമുള്ള ദൈവത്തിന്റെ ജനമേ, അടുത്ത മഹനീയങ്ങളെ ശ്രദ്ധിക്കുന്ന സ്നേഹമുള്ള ദേശനിവാസികളെ, നിന്റെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമുണ്ട്, നിന്റെ ജീവിതത്തിലെ പരീക്ഷകൾക്കൊരു വിടുതലുണ്ട്. പക്ഷേ നീ കർത്താവിന്റെ അടുക്കൽ ചെല്ലണം. ദൈവത്തോട് നീ മനഃപൂർവ്വമായിട്ട് ഏറ്റുപറയണം. നിന്റെ പാപത്തിന് മറയിട്ടുകൊണ്ട് ജീവിക്കാതെ തെറ്റിപ്പോയി എന്ന് പറയുവാൻ നിനക്ക് കഴിയുമോ? നിന്റെ ലംഘനങ്ങളെ ഏറ്റുപറയാമോ? നിന്റെ അകൃത്യങ്ങളെ ദൈവത്തോട് വിളിച്ചു പറയാമോ? കർത്താവേ ക്ഷമിക്കണമേ എന്ന് പറയുവാൻ തക്കവണ്ണം മനസ്സൊരുക്കമുള്ളൊരു ഹൃദയം നിനക്കുണ്ടോ? ദൈവം തമ്പുരാൻ ഒരിക്കലും പുറങ്കാലം കൊണ്ട് ചവിട്ടി നിന്നെ പുറകിലേക്ക് തള്ളിക്കളയുന്നവനല്ല. അവൻ നിന്നോട് ധാരാളമായി ക്ഷമിക്കുന്നവനാണ്. അവൻ നിന്നോട് ഔദാര്യമായി മനസ്സലിയുന്നവനാണ്. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നീ നിന്റെ ലംഘനങ്ങളെ ഏറ്റുപറയണം, പാപത്തെ ഏറ്റുപറയണം. കർത്താവ് യേശുവിന്റെ രക്തത്തിന് നമ്മുടെ പാപത്തിന്റെ കറകളെ കഴുകിക്കളയുവാൻ ശക്തിയുണ്ട്. ലോകത്തെ മനുഷ്യൻ പാപപരിഹാരത്തിന് വേണ്ടി എന്തെല്ലാം കർമ്മങ്ങളാ ചെയ്യുന്നറിയാമോ? ചില തീർത്ഥാടന യാത്രകൾ നടത്തുന്നു, ചില ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, ചില പുണ്യപ്രവർത്തികൾ ചെയ്യുന്നു, ചില ശരീരങ്ങളെ ദണ്ഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു, സാധുക്കളെ സഹായിക്കുന്നതൊക്കെ ചെയ്തോ നല്ലതൊക്കെ ആയിരിക്കാം. പക്ഷേ യോനിഷ, നിന്റെ പ്രവർത്തികൾ കൊണ്ട് ഒരിക്കലും നിന്റെ പാപത്തിന് പരിഹാരമുണ്ടാകത്തില്ല. നിന്റെ പാപത്തിന്റെ കറകളെ നിന്റെ ജീവിത വസ്ത്രത്തിൽ നിന്ന് കഴുകിക്കളയുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂപരപ്പിന് മുകളിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ഇന്നേക്ക് 2000 വർഷങ്ങൾക്കപ്പുറത്ത് ഗൊൽഗൊത്തയിൽ ഒഴുക്കിയ തമ്പുരാന്റെ ദൈവപുത്രന്റെ കുഞ്ഞാടിന്റെ പാപമില്ലാത്ത പുണ്യാഹ രക്തത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ. ആ രക്തം നിന്റെ പാപത്തിന്റെ കറകളെ കഴുകിക്കളയും. ആകെ കർത്താവ് യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ ആശ്രയിച്ച് നീ നിന്റെ പാപങ്ങളെ ദൈവത്തോട് മനഃപൂർവ്വമായിട്ട് ഏറ്റുപറയുന്നുവെങ്കിൽ അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. അത് മാത്രമല്ല, പെരുവെള്ളം നിന്റെ തലയ്ക്കലോളം കടന്നു വരുമ്പോൾ അത് നിന്റെ അടുക്കലെത്തത്തില്ല. അവൻ നിനക്ക് ഒരു മറവിടമായിരിക്കും. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് അവൻ നിന്നെ ചുറ്റിക്കൊള്ളും. അത് മാത്രമല്ല, ദൈവം നമുക്ക് വിലയേറിയ ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ട്. എന്താണ് വാഗ്ദത്തം എന്നറിയാമോ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെ ദൈവം തമ്പുരാൻ നമുക്ക് ഒരു വാഗ്ദത്തം തരുന്നു. ആ വാഗ്ദത്തം ഇങ്ങനെ വിളിച്ചു പറയുന്നു, വായിച്ചാട്ടെ. നീ വെള്ളത്തിലൂടെ കടക്കുമ്പോൾ, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവികയില്ല. അടുത്തത്, നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല. പ്രിയ മക്കളെ, കർത്താവ് നിനക്ക് വാഗ്ദത്തം തരുന്നു. നീ വെള്ളത്തിലൂടെ കടക്കുമ്പോൾ അത് നിന്റെ മേൽ കവിയുവാൻ ഞാൻ അനുവദിക്കത്തില്ല. നീ നദികളിലൂടെ കടന്നു പോകുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുവാൻ ഞാൻ അനുവദിക്കത്തില്ല. നീ അഗ്നിജ്വാലകളിലൂടെ കടന്നു പോകുമ്പോൾ അതിന്റെ മണം പോലും നിന്റെ വസ്ത്രത്തിൽ യേശുവാൻ ഞാൻ അനുവദിക്കത്തില്ല. കാരണം ഞാൻ നിനക്ക് മറവിടമാകുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരു ദൈവഭക്തന് ചുറ്റും ദൈവം തമ്പുരാന്റെ സൂക്ഷിപ്പുണ്ട്. യഹോവയുടെ ശബ്ദം പെരുവെള്ളത്തിന്റെ മീതെ മുഴങ്ങുന്നുവെന്നാണ് തിരുവെടുത്ത് പറയുന്നത്. നമ്മെ മുക്കിക്കളയുവാൻ കടന്നു വരുന്ന പെരുവെള്ളത്തിന്റെ മീതെ മുഴങ്ങുന്ന ദൈവത്തിന്റെ ശബ്ദം നിന്റെ പരീക്ഷകളെ, നിന്റെ കഷ്ടങ്ങളെ നിന്നെ വിട്ട് ഓടുമാറാക്കി കളയും. അതാണ് ദൈവത്തിന്റെ ശക്തി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു ദൈവം തമ്പുരാൻ ഒരു ദൈവഭക്തന് തുണയാണ്. ഏത് കഷ്ടത്തിലും അത്ഭുതകരമായിട്ട് അവൻ നിന്നെ വിടുവിക്കും. ദൈവത്തിന്റെ വിടുതലിന്റെ പ്രവൃത്തി നമ്മൾ അനുഭവിച്ചറിയണം. ഭക്തനായ സാധു സുന്ദർ സിംഗ് ടിബറ്റിൽ സുവിശേഷ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അനേകരെ ക്രിസ്തുവിങ്കിലേക്ക് സാധു സുന്ദർ സിംഗ് ആകർഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വെച്ചൊരു സംഭവമുണ്ടായി. സാധു സുന്ദർ സിംഗിനെ പിടിച്ചു, അറസ്റ്റ് ചെയ്ത് ലാമയുടെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് വിചാരണ കഴിച്ചിട്ട്
സാധു സുന്ദർ സിംഗിന് ശിക്ഷ വിധിച്ചു. വിധിച്ച ശിക്ഷയെന്ന് പറയുന്നത് ഒരു പൊട്ടക്കിണറ്റിനകത്തേക്ക് അവനെ കൊണ്ടിട്ടു. വിസ്താരമുള്ള ഒരു പൊട്ടക്കിണറ്റിന്റെ പുറത്ത് ഇരുമ്പ് കൊണ്ടുള്ളതായ ഒരു കവചം കൊണ്ട് മൂടിയിട്ടുണ്ട്. അതിന്റെ നടുക്ക് ഒരു മനുഷ്യന് മാത്രം ഇറങ്ങിപ്പോകാൻ പോകുന്ന ഒരു ചെറിയ മാൻഹോളുണ്ട്. അത് ഇരുമ്പ് കൊണ്ട് മൂടി കൊണ്ട് അടച്ച് പൂട്ടിയിരിക്കുന്നു. ഈ സാധു സുന്ദർ സിംഗിനെ പിടിച്ച് ആഴമേറിയ ഈ പൊട്ടക്കിണറ്റിനകത്തേക്ക് ഈ ഇരുമ്പ് മൂടിയുടെ ആ ചെറിയ വാതിൽ തുറന്ന് അതിനകത്തൂടെ താഴേക്കിട്ടു. അതിനുശേഷം പൂട്ടി താക്കോല് കൊണ്ട് ചെന്ന് രാമയുടെ കൊട്ടാരത്തിൽ വെച്ചു. രാമയുടെ കൊട്ടാരത്തിൽ താക്കോൽ സൂക്ഷിച്ചു വെച്ചു. പ്രിയാടിയ മക്കളെ, ആ ഭാഗം നമ്മൾ വായിച്ചു നോക്കണം. സാധു സുന്ദർ സിംഗ് ഇരുട്ടിന്റെ അറ, വെളിച്ചം കാണുവാൻ സാധിക്കുന്നില്ല. പൊട്ടക്കിണറ്റിനകത്ത് ക്ഷുദ്രജീവികളുടെ ശബ്ദം, അനക്കം, വെള്ളമില്ല, ഭക്ഷണമില്ല, കൂരിരുട്ട്, രാത്രിയേതാ പകലേതാ ഒന്നും അറിയാൻ സാധിക്കുന്നില്ല. അവനെ എടുത്തിട്ടപ്പോൾ വീഴ്ചയുടെ ആഘാതത്താൽ അവന്റെ തോള് ചെന്ന് താടികടിച്ചു. തോളിന്റെ വേദന സഹിക്കാൻ കഴിയുന്നില്ല. ദിവസം 1 ആയി, 2 ആയി, 3 ആയി. അവൻ ഭയപ്പെട്ടു പോയി. ദൈവമേ, ഞാൻ നിന്നെ പിൻഗമിച്ച് നിന്റെ പിന്നാലെ ഇറങ്ങി വന്നത് ഈ പൊട്ടക്കിണറ്റിൽ കിടന്നുകൊണ്ട് എന്റെ ജീവിതം അവസാനിക്കാനാണോ? ഈ ക്ഷുദ്രജീവികളോടുകൂടെ എന്റെ ജീവിതം അവസാനിക്കുവാനാണോ ഞാൻ നിന്നെ പിൻപറ്റി ഇറങ്ങി വന്നത്? വേദനയും സഹിക്കുവാൻ കഴിയുന്നില്ല, വെളിച്ചം കാണുവാൻ സാധിക്കുന്നില്ല, ആഹാരമില്ല, കുടിക്കുവാൻ ഒരു തുള്ളി വെള്ളമില്ല. പൊട്ടക്കിണറ്റിൽ അകപ്പെട്ട അരിഷ്ടതയോടെ അവിടെ കിടന്ന് ജീവിതം അവസാനിക്കേണ്ടി വരുമല്ലോ. അവരിങ്ങനെ ദിവസങ്ങൾ പിന്നിട്ടു. ഏതാണ്ട് ഒരാഴ്ചയോളമായി അവൻ ഏകദേശം ക്ഷീണിച്ച് തളർന്ന അവസനായി. അവന്റെ ഹൃദയത്തിൽ ദൈവത്തോട് പ്രാർത്ഥി, കർത്താവേ, ഈ അവസ്ഥയിൽ ഞാൻ മരിക്കേണ്ടി വരുമോ? അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ശബ്ദം കേട്ടു, ഒരു അനക്കം കേട്ടു. ഇരുമ്പ് മൂടി തുറക്കുന്ന ഒരു ശബ്ദം. നോക്കിയപ്പോൾ സൂര്യപ്രകാശം അതിനകത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഇരുമ്പ് മൂടി തുറന്നു. ഒരു ശക്തിയേറിയ കയറ് അതിനകത്തൂടെ താഴേക്കിടുകയാണ്. സാധു സുന്ദർ സിംഗിന്റെ അടുക്കലേക്ക് ആ കയറ് വന്നു. കയറ് സാധു സുന്ദർ സിംഗിന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ ആ കയറിൽ കയറി പിടിച്ചു. കയറുമായിട്ട് സാധു സുന്ദർ സിംഗിനെ കയറ് മേലോട്ട് വലിച്ചു പുറത്തു കൊണ്ടുവന്നു. ഇരുമ്പ് മൂടിയുടെ ചെറിയ ദ്വാരത്തിലൂടെ സാധു സുന്ദർ സിംഗ് പുറത്തു വന്നു നോക്കിയപ്പോൾ മൂടി അടച്ചിട്ടിരിക്കുന്നു. താക്കോൽ അതിനകത്ത് പൂട്ടിയിട്ടുണ്ട്, പൂട്ടതിനകത്തുണ്ട്. കയറ് കാണുന്നില്ല, വലിച്ചാളെ കാണുന്നില്ല, അത് അടഞ്ഞു തന്നെ കിടക്കുന്നു. സുന്ദർ സിംഗിന് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. അവൻ വീണ്ടും ചെന്നു, ടിബറ്റിന്റെ പട്ടണത്തിൽ ചെന്നിട്ട് വീണ്ടും യേശു ജീവിക്കുന്നുവെന്ന് പ്രസംഗിച്ചു, യേശു സൗഖ്യമാക്കുന്നു എന്ന് പ്രസംഗിച്ചു. വാർത്തലാമിയുടെ കൊട്ടാരത്തിലെത്തി. പൊട്ടക്കിണറ്റിനകത്ത് അടച്ചിട്ടതായ സാധു സുന്ദർ സിംഗിനെ ആരാണ് തുറന്നുവിട്ടത്? താക്കോൽ കൊട്ടാരത്തിനകത്ത് തന്നെയുണ്ട്. അവനെ പിടിച്ചുകൊണ്ട് വരുവാൻ കൽപ്പന പുറപ്പെടുവിച്ചു. ലാമയുടെ കൊട്ടാരത്തിലേക്ക് സാധുവിനെ പിടിച്ചുകൊണ്ട് വന്ന് നിർത്തി. ലാമ വീണ്ടും വിചാരണ ചെയ്തു, നിങ്ങളെ ആരാണ് തുറന്നു വിട്ടത്? എന്താണ് സംഭവിച്ചത്? സംഭവിച്ച കാര്യങ്ങൾ സാധു സുന്ദർ സിംഗ് പറഞ്ഞു. എന്തോ ഒരു അനക്കം കേട്ടു, മൂടി തുറന്നു, വെളിച്ചം വന്നു, കയറ് താഴേക്ക് വന്നു, ഞാൻ കയറിൽ പിടിച്ചു, ഞാൻ പുറത്തു വന്നു, മൂടി വീണ്ടും അടഞ്ഞു കിടക്കുന്നു, എന്നെ ആര് കയറ്റിയെന്ന് എനിക്കറിയില്ല, ഞാൻ പുറത്തു വന്നു. ലാമ സാധു സുന്ദർ സിംഗിന്റെ കാൽക്കൽ വീണു. അവൻ 2 കരങ്ങളും കൂപ്പി പറഞ്ഞു, ദയവായി സാധു, നിങ്ങൾ ഈ തിബറ്റ് വിട്ടു പോകണം. നിങ്ങളിൽ ഇവിടെ ജീവിച്ചാൽ ഞങ്ങൾ മുടിഞ്ഞു പോകും, ഞങ്ങൾ നശിച്ചു പോകും. ദയവായി ഞങ്ങളോട് മനസ്സലിഞ്ഞ് നിങ്ങൾ ഈ തിബറ്റ് വിട്ടു പോകണം. സാധു സുന്ദർ സിംഗ് തിബറ്റ് വിട്ട് ഹിമാലയത്തിലേക്ക് ഇറങ്ങി വന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഈ നിലവാരത്തിൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയിലാണോ? ഒരു പ്രതീക്ഷയുമില്ലാതെ പ്രതീക്ഷകൾ മുഴുവനും അസ്തമിച്ച അവസ്ഥയിലാണോ നിന്റെ ജീവിതം? അത്ഭുതങ്ങളെ ചെയ്യുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഇരുമ്പോടാമ്പലുകളെ തകർക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ഇരുമ്പും മറകളെ ബന്ധിക്കുന്നതായ തുറക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ഇന്ന് രാത്രി എത്ര ദൈവമക്കൾ അത് വിശ്വസിക്കുന്നു? നിശ്ചയമായിട്ടും എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യും. എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഒരു നിമിഷം ഈ ദൈവത്തിന്റെ ആലോചന ഏറ്റെടുക്കണ്ടേ മക്കളെ? കണ്ണുകളെ മൂടി ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, എന്റെ ജീവിതത്തിൽ ഇതുപോലെ അത്ഭുതം കാണുവാൻ ഭാഗ്യം തരണമേ. ദൈവത്തിന്റെ പ്രവൃത്തി എന്റെ ജീവിതത്തിലും വെളിപ്പെടുത്തണമേ കർത്താവേ. ഈ പെരുവെള്ളം എന്റെ തലയ്ക്ക് മീതെ കവിഞ്ഞു വരുമ്പോൾ ദൈവത്തിന്റെ കരാതിന്റെ മീതെ കാണുവാൻ എന്നെ സഹായിക്കണമേ കർത്താവേ. എത്ര ദൈവമക്കൾ ആഗ്രഹിക്കുന്നു ഇന്ന് രാത്രി ഒരു നിമിഷം ദാവീദിനെ പോലെ സ്വർഗത്തിലേക്ക് നോക്കി നിനക്ക് നിലവിളിക്കുവാൻ കഴിവുണ്ടോ? ഓ, ആകാശം ചായച്ചിറങ്ങി വരുന്ന ഒരു ദൈവം നിനക്കുണ്ട്. നിശ്ചയമായിട്ടും ദൈവത്തിനുള്ള വിടുതൽ നിനക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിന്റെ കരം നിനക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് രാത്രി സ്നേഹവാനായ യേശു നിന്റെ അടുക്കൽ കടന്നു വന്നിട്ടുണ്ട്. അവൻ ഒരിക്കലും നിന്റെ വെറും കൈയോടെ അയക്കുവാൻ ആഗ്രഹിക്കുന്നില്ല.
പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞവനായ കർത്താവ് ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിന്റെ അവസ്ഥകൾ അറിയുന്നു, നിന്റെ വേദനകൾ അറിയുന്നു. ഭൂമിയിൽ ആർക്കും സാധ്യമാക്കുവാൻ കഴിയാത്ത വിധത്തിൽ രോഗത്താൽ ബന്ധിക്കപ്പെട്ടവനാണോ കർത്താവ്? ഞാൻ നിന്നെ സൗഖ്യമാക്കണേ യഹോവയാകുന്നു. ഞാൻ നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാം. നിന്റെ രോഗത്തിന്റെ കെട്ടുകളെ ഞാൻ അഴിക്കാം. നിന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് ഞാൻ പരിഹാരം തരാം. നിന്റെ ജോലി സ്ഥലത്തെ പ്രശ്നങ്ങൾക്ക് ഞാൻ പരിഹാരം തരാം. നിന്റെ ആത്മീയ ജീവിതത്തിലെ വീഴ്ചകളെയും പരാജയങ്ങളെയും ഞാൻ മാറ്റിത്തരാം. നിന്റെ ജീവിതത്തിന് നേരെ കടന്നു വരുന്ന പെരുവെള്ളങ്ങളെ ഞാൻ തടഞ്ഞു നിർത്താം. ഹല്ലേലൂയ. ദൈവം നമ്മുടെ ജീവിതത്തെ ആഴമായി സമർപ്പിച്ചു കൊടുത്താട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് കാണുവാനിടയായി തീരട്ടെ. നമ്മൾ വായിച്ച കുറുവാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നു, സകല ഭക്തന്മാരെ വന്നു കേൾക്കുവീൻ, അവൻ എന്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ നിങ്ങളോട് വിവരിക്കാം. ഒന്നാമത് ചെയ്തത്, അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി പെരുവെള്ളത്തിൽ നിന്നും എന്നെ വലിച്ചെടുത്തു. ദാവീദിന്റെ ജീവിതത്തിൽ ദൈവം തമ്പുരാൻ ചെയ്ത രണ്ടാമത്തെ പ്രവൃത്തിയിലേക്ക് നമുക്ക് കടന്നു വരാം. 18-ാം സങ്കീർത്തനത്തിന്റെ 17-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ ദാവീദിന്റെ ജീവിതത്തിൽ ദൈവം അവന്റെ പ്രാണന് വേണ്ടി ചെയ്ത മറ്റൊരു പ്രവൃത്തിയെ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. 18-ാം സങ്കീർത്തനത്തിന്റെ 17-ാം വാക്യം വായിച്ചാട്ടെ. ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്നും എന്നെ പകച്ചവരുടെ കയ്യിൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. അവർ എന്നിലും ബലമേറിയവരായിരുന്നു. പ്രിയാധിയ മക്കളെ, ദാവീദ് രണ്ടാമത് പറയുകയാണ്, സകല ഭക്തന്മാരെ വന്നു കേൾക്കുവീൻ, അവൻ എന്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ നിങ്ങളോട് വിവരിക്കാം. എന്താണ് അവൻ ചെയ്തത്? ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്നും എന്നെ പകച്ചവരുടെ കയ്യിൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. എന്റെ കർത്താവ് എന്നെ വിടുവിച്ചു. എന്നെ ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്നും എന്നെ പകച്ചവരുടെ കയ്യിൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. ദാവീദിന്റെ ജീവിതത്തിൽ അവൻ നേരിട്ട ബലമുള്ള ശത്രുക്കളുണ്ട്. ദാവീദ് നേരിട്ട ഒന്നാമത്തെ ബലമുള്ള ശത്രു എന്ന് പറയുന്നത് ഗോലിയാത്ത. രണ്ടാമത് ദാവീദ് നേരിട്ട ബലമുള്ള ശത്രു എന്ന് പറയുന്നത് ശൗലാണ്. മൂന്നാമത് ദാവീദ് നേരിട്ട ബലമുള്ള ശത്രു എന്ന് പറയുന്നത് സ്വന്തം മകനായ അബ്ശാലോമാണ്. 3 ശത്രുക്കളെ അവൻ നേരിട്ടു. ജീവിതത്തിന്റെ അവസാനം മറ്റൊരു ശത്രുവിനെ നേരിടേണ്ടി വന്നു. അവൻ തളർന്നുപോയ സന്ദർഭമാണ്. ഫിലിസ്തീനുമായി യുദ്ധം ചെയ്യുമ്പോൾ രാഫാമക്കളിൽ ഇസ്ബി ബനോബ് എന്ന് പറയുന്ന ഒരു മല്ലനുണ്ടായിരുന്നു. പ്രിയാടിയ മക്കളെ 300 ശേക്കൽ തൂക്കമുള്ള ഒരു താമ്രശൂലവും കയ്യിൽ പിടിച്ച് ഒരു പുതിയ വാളും അരിയിൽ കെട്ടി നിൽക്കുന്നതായി ഇസ്ബി ബനോബ്. അവന്റെ മുമ്പിൽ സത്യത്തിൽ ദാവീദ് തളർന്നുപോയി. ദാവീദിനെ കൊല്ലുവാൻ ശ്രമിച്ചു. എന്നാൽ സെരൂയുടെ മകനായ അബീശായി അവിടെ കടന്നു വന്നിട്ട് ദാവീദിനെ രക്ഷിച്ചു. അതിനുശേഷം ഇസ്രായേൽ പ്രഭുക്കന്മാർ ഭൃത്യന്മാർ വന്ന് ദാവീദിനോട് പറഞ്ഞു, ഇസ്രായേലിന്റെ ദീപം കെട്ടുപോകാതിരിക്കുവാൻ അവിടെ നിന്ന് യുദ്ധത്തിന് വരരുത്, ഞങ്ങൾ പോയി യുദ്ധം ചെയ്തുകൊള്ളാം. ദാവീദിന്റെ ജീവിതത്തിൽ എത്രയോ ശത്രുക്കൾ ഉണ്ടായിരുന്നു. പ്രിയ ദൈവമക്കളെ, ഒന്നാമത് ഗോലിയാത്തായിരുന്നവന്റെ ശത്രു, രണ്ടാമത് ശൗലായിരുന്നവന്റെ ശത്രു, മൂന്നാമത് അബ്ശാലോമായിരുന്നവന്റെ ശത്രു, നാലാമത് ഇസ്ബി ബനോബ് അവന്റെ ശത്രുവായിരുന്നു. ഇതെല്ലാം അവൻ നേരിട്ട ബലമുള്ള ശത്രുക്കളാണ്. പക്ഷേ അവിടെ പറയുന്നു, ബലമുള്ള ശത്രുക്കളുടെ കയ്യിൽ നിന്നും എന്നെ വിടുവിച്ചു. എന്നെ പകച്ചവരുടെ കയ്യിൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. ദാവീദ് അവന്റെ ജീവിതത്തിൽ നേരിട്ട ശത്രുക്കളെ കുറിച്ച് 38-ാം സങ്കീർത്തനത്തിന്റെ 19-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ വായിക്കുന്നു. 38-ാം സങ്കീർത്തനം 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വായിക്കുന്നു, എന്റെ ശത്രുക്കളോ ജീവനും ബലവുമുള്ളവർ. വായിച്ചാട്ടെ, 38-ാം സങ്കീർത്തനത്തിന്റെ 19-ാം വാക്യം വായിച്ചാട്ടെ. എന്റെ ശത്രുക്കളോ ജീവനും ബലവുമുള്ളവർ, എന്നെ വെറുതെ പകയ്ക്കുന്നവർ പെരുകിയിരിക്കുന്നു. മക്കളെ, ദാവീദ് പറയുന്നു, എന്റെ ശത്രുക്കൾ സാധാരണക്കാരല്ല, എന്റെ ശത്രുക്കളോ ജീവനും ബലവുമുള്ളവർ, എന്നെ വെറുതെ പകയ്ക്കുന്നവർ പെരുകിയിരിക്കുന്നു. പ്രിയാടിയ മക്കളെ, പക്ഷെ ദാവീദ് പറയുന്നു, എന്റെ കർത്താവ് ഈ ശത്രുക്കളുടെ എല്ലാ കയ്യിൽ നിന്നും എന്നെ വിടുവിച്ചു. എന്നെ വെറുതെ പകച്ചവരുടെ കയ്യിൽ നിന്നും എന്റെ കർത്താവ് എന്നെ വിടുവിച്ചു. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദാവീദിനെ പോലെ നമ്മൾ അഭിമുഖീകരിക്കേണ്ട ചില ശത്രുക്കളുണ്ട്. അതിലൊരു ശത്രുവാണ് ഗോലിയാത്ത്. ഗോലിയാത്ത് എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ശൗലൻ ദാവീദിന്റെ ദൈവത്തെ ദുഷിച്ചുകൊണ്ട് അവന് വിരോധമായിട്ട് നിന്ദിക്കുന്നതായ ഒരാത്മാവ് നിന്റെ ക്രിസ്തീയ ജീവിതത്തെ തകർത്ത് കളയുവാൻ, നിന്റെ ദൈവഭക്തിയെ തകർത്ത് കളയുവാൻ നിന്നെ നിന്ദിക്കുന്ന ഒരാത്മാവുണ്ട്. നിന്റെ ഭക്തിയെ നിന്നിൽ നിന്ന് എടുത്തു കളയുവാൻ തക്കവണ്ണം നിന്നെ നിന്ദിക്കുന്ന ഒരു ഗോലിയാത്ത് ഉണ്ടായിരിക്കും. മറ്റൊരു ശൗലിനെ കാണുവാൻ സാധിക്കുന്നു. ശൗല് ഒടുക്കിക്കളയുവാൻ ശ്രമിക്കുന്നവരാണ്.
ശ്രമിക്കുന്നവനാണ്. നിന്നെ ഒടുക്കിക്കളയുവാൻ ശ്രമിക്കുന്ന ഒരു ശൗല് കാണും. മൂന്നാമതൊരു അബ്ശാലോമുണ്ട്. നിനക്ക് വിരോധമായിട്ട് മറ്റുള്ളവരെ എല്ലാം വശത്താക്കി അവരെ നിന്റെ ശത്രുക്കളാക്കി നിന്നെ സമൂഹത്തിൽ നിന്നും നിന്റെ കുടുംബത്തിൽ നിന്നും ചെറിയവനാക്കി തീർക്കുവാൻ, ഭ്രഷ്ടനാക്കി തീർക്കുവാൻ ശ്രമിക്കുന്നതായ ഒരു അബ്ശാലോം കണ്ടേക്കും. ജീവിതത്തിൽ പലവിധമായ ശത്രുക്കളുണ്ട്. ലോകം, ജഡം, പാപം, പിശാച്, ഇതെല്ലാം ദൈവമക്കളുടെ ശത്രുക്കളാണെന്നേ. പ്രിയ ദൈവമക്കളെ, സാത്താൻ ദൈവമക്കളുടെ ശത്രുക്കളാണ്. പക്ഷേ ദാവീദ് പറയുന്നു, അവൻ ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്നും എന്നെ വിടുവിച്ചു. എന്റെ കർത്താവ് എന്നെ വിടുവിച്ചു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ബലമുള്ള ശത്രുവിനെ തകർത്തു. ബലമുള്ള ശത്രു ആരായിരുന്നു? സാത്താനെ കർത്താവ് തകർത്തു. തിരുവെടുത്ത് പറയുന്നു, കൊലോസ്യ ലേഖനം 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ തിരുവെടുത്ത് പറയുന്നു, അവൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചിട്ട് ക്രൂശിൽ അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വാഴ്ചകളെ, അധികാരങ്ങളെ, ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ആയുധവർഗം വെപ്പിച്ചു എന്ന് വെച്ചാൽ അവരെ നിരായുധരാക്കി തീർത്ത് അവിടെ മേൽ ജയോത്സവം കൊണ്ടാടി, പരസ്യമായ കാഴ്ചയാക്കി തീർത്തു. പ്രിയ ദൈവമക്കളെ, വീണ്ടും തിരുവെടുത്ത് പറയുന്നു, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ അവൻ നീക്കി. ജീവപര്യന്ത മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെയും നമ്മുടെ കർത്താവ് വിടുവിച്ചു. കർത്താവ് യേശുക്രിസ്തു ബലമുള്ള ശത്രുവിനെ തകർത്തു കളഞ്ഞു. ബലമുള്ള ശത്രു എന്ന് പറയുമ്പോൾ അത് സാത്താനാണ്. സാത്താൻ എന്ന് പറയുമ്പോൾ അവൻ കാൽവറിയിൽ കർത്താവ് യേശുക്രിസ്തു സാത്താന്റെ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. അവയെ പരസ്യമായ കാഴ്ചയാക്കി അവിടെ മേൽ ജയോത്സവം കൊണ്ടാടി. പ്രിയ ദൈവമക്കളെ ശ്രദ്ധിക്കണമേ, പിശാചിന് 4 പ്രവർത്തന മേഖലകളുണ്ട്. അതൊന്നാണ് വാഴ്ച, 2 അധികാരം, ഇനി രണ്ടെണ്ണം കൂടിയുണ്ട്. അത് 1 അന്ധകാര ലോകത്തിന്റെ അധിപതികള്, 4-മത്തത് സ്വർലോഹങ്ങളിലെ ദുഷ്ടാത്മസേന. പിശാചിന്റെ 4 പ്രവർത്തന മേഖലകളാണ് വാഴ്ചകളും അധികാരങ്ങളും. അത് 2 3 അന്ധകാര ലോകത്തിന്റെ അധിപതികളിലും സ്വർലോഹങ്ങളിലെ ദുഷ്ടാത്മസേനയും. കർത്താവായ യേശുക്രിസ്തു കാൽവറിയിൽ തകർത്തത് വാഴ്ചകളെ, അധികാരങ്ങളെയുമാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇപ്പോഴും ബാക്കി 2 ഉണ്ട്. അന്ധകാര ലോകത്തിന്റെ അധിപതികൾ ലോകത്തുണ്ട്, സ്വർലോഹങ്ങളിൽ ദുഷ്ടാത്മസേനകൾ ലോകത്തുണ്ട്. ഇത് 2 നമ്മൾ ലോകത്ത് വ്യാപരിക്കുന്നു. എന്ന് വെച്ചാൽ ഇന്ന് പത്രത്താളുകൾ എടുത്തു നോക്കിക്കേ, എവിടെ നോക്കിയാലും കൊലപാതകങ്ങൾ കണ്ടില്ലേ? ജോളി എന്ന് പറയുന്നതായ ഒരു സ്ത്രീയെ കാണിച്ചുകൂട്ടിയ ആ സംഭവങ്ങളെ കുറിച്ച് പത്രങ്ങൾ വായിക്കുന്നില്ലേ? ആരാണ് ഇതൊക്കെ ചെയ്യിച്ചത്? അന്ധകാര ലോകത്തിന്റെ അധിപതികള്. എത്രയെത്രയോ കൊലപാതകങ്ങള്, എത്രയെത്രയോ പീഡനങ്ങള്, എത്രയെത്രയോ ആത്മഹത്യകള്, എത്രയെത്രയോ വിവാഹമോചനങ്ങള്, കുടുംബ കലഹങ്ങള്, സമൂഹത്തിലെ ഭയങ്കരമായ ലഹളകള്, മദ്യപാനം, വെറുക്കൂത്ത്, പാപം, പിശാചിന്റെ ആരാധന, തിന്മയുടെ ശക്തികള്, മയക്കുമരുന്ന്, ഇതൊക്കെ ലോകത്തിൽ വ്യാപരിക്കുമ്പോൾ അത് എവിടെ നിന്ന് വരുന്നു? കർത്താവ് ക്രൂശിൽ അതിനെ കീഴ്പ്പെടുത്തിയെങ്കിൽ പിന്നെ ലോകത്തിൽ ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു? കർത്താവ് വാഴ്ചകളെ, അധികാരങ്ങളെ, ആയുധവർഗം വെപ്പിച്ചു. മരണത്തിന്റെ മേൽ ജയോത്സവം കൊണ്ടാടി, പാതാളത്തിന്റെ അധികാരം കൈക്കലാക്കി. പക്ഷെ ഭൂമിയിൽ ഇന്നും എന്തുണ്ടെന്നറിയാമോ? അന്ധകാര ലോകത്തിന്റെ അധിപതികൾ വ്യാപരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ തിന്മയുടെ ശക്തികൾ ലോകത്ത് പ്രവർത്തിക്കുന്നത്. ഒരു ദൈവമൈതൽ അതിനെതിരെ യാതൊരുകരായിരിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിന്റെ അധിപതികളോടും സ്വർലോഹങ്ങളുടെ ദുഷ്ടാത്മസേനയോടുമാണ്. ഇത് 4 സൈന്യങ്ങളുണ്ട്. വാഴ്ചകളെ, അധികാരങ്ങളെയും കർത്താവ് ക്രൂശിൽ ആയുധവർഗം വെപ്പിച്ചു. പക്ഷെ ലോകത്തിൽ നിന്നും അന്ധകാരത്തിന്റെ ശക്തികൾ ലോകത്ത് വ്യാപരിക്കുക, തിന്മയുടെ ശക്തികൾ ലോകത്ത് വ്യാപരിക്കുക. അതുകൊണ്ട് ആ സമൂഹത്തിൽ ഇത്തരം തിന്മകളൊക്കെ വിളയാടിക്കൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ വേറൊന്നുകൂടെ കൊണ്ട് സ്വർലോഹങ്ങളുടെ ദുഷ്ടാത്മസേന. അതെന്താ സ്വർലോഹങ്ങളുടെ ദുഷ്ടാത്മസേന? സ്വർലോഹങ്ങളുടെ ദുഷ്ടാത്മസേന എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഒരു സാത്താനുണ്ടെന്നേ. 2 മാസം പൊടിക്കുഞ്ഞ് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ള സംഭവം ഞാൻ ഓർക്കുന്നു. തിരുവല്ല സെൻട്രൽ കൺവെൻഷൻ നടക്കുകയാണ്. കൺവെൻഷൻ നടക്കുമ്പോൾ കൺവെൻഷന്റെ പന്തൽ സ്റ്റേഡിയത്തിനകത്ത് കെട്ടി കൺവെൻഷന്റെ പന്തൽ കെട്ടിയപ്പോൾ അതിന്റെ കഴുക്കോലിന്റെ നടുക്ക് ഒരു അമ്മച്ചി ഒരു ദർശനം കാണുകയാണ്. യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ കഴുക്കോലിന്റെ നടുക്ക് ഒരു കുരങ്ങനെ പോലെ ജീവിയിരിക്കുന്നു. 2 കാലും താഴോട്ട് നീട്ടിയിട്ടുണ്ട്, വാലുമുണ്ട്. അത് നോക്കിയപ്പോൾ ഒരു തുകൽ ചുരുള് പോലെ എന്തോ ഒരു സാധനം കയ്യിലുണ്ട്. പേന പോലൊരു സാധനം വെച്ച് എന്തോ എഴുതിക്കൊണ്ടിരിക്കുന്നു. എഴുതി കഴിയുമ്പോൾ
കഴിയുമ്പോൾ ഇത് വാ കൊണ്ട് കടിച്ച് ഈ തുകൽ ചുരുൾ നീട്ടും. വീണ്ടും അത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കുറെ നേരം ഇതിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും എഴുതി കഴിയുമ്പോൾ തുകൽ ചുരുൾ നീട്ടുന്നു, കടിച്ചു നീട്ടുന്നു. ഇതിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പൊ അമ്മച്ചി ചിന്തിച്ച് എന്താണ് ഈ ജീവി, എന്താണ് എഴുതുന്നത്? ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി, കൺവെൻഷന് വന്നിട്ട് അവിടെ ഇരുന്നിട്ട് അശ്രദ്ധമായിട്ട് ഇരിക്കുന്നവര്, അവിടെ ഇരുന്ന് ഉറങ്ങുന്നവര്, അവിടെ ഇരുന്ന് വോട്ടുവായിടുന്നവര്, അവിടെ ഇരുന്ന് മൊബൈൽ ഫോണിൽ കളിക്കുന്നവര്, അവിടെ നിന്ന് മറ്റു കാര്യങ്ങൾ ചെയ്യുന്നവര്, ഇവരുടെ എല്ലാം പേരുകൾ തയ്യാറാക്കുകയാ. എന്തിനു വേണ്ടി എന്നറിയാമോ? നാളെ നീ ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ ചാർജ് ഷീറ്റുമായിട്ട് വരണം. നിന്നെ കുറ്റം വിധിക്കുവാൻ പിശാച് അവിടെ എഴുതിക്കൊണ്ടിരിക്കുകയാ. സ്വർലോഹങ്ങൾക്കകത്ത് ദുഷ്ടാത്മ സേനയുണ്ട്, കണ്ടിട്ടില്ലേ? വീട്ടിൽ കിടന്നാൽ ഡള്ളപ്പിനകത്ത് കിടന്ന ഉറങ്ങാത്ത പുള്ളികള് സഭായകത്തിന് വന്നിരുന്നാൽ ഉറങ്ങി മറിഞ്ഞ് താഴെ വീഴും. എന്താ കാരണമെന്നറിയാമോ? അകത്ത് ആളുണ്ടെന്നേ. സ്വർലോഹങ്ങൾക്കകത്ത് ദുഷ്ടാത്മ സേനകളുണ്ട്. സഭയ്ക്കകത്ത് കടന്നു വരുമ്പോൾ ഇടർച്ചകൾ, ഭിന്നതകള്, ഉറക്കങ്ങള്, മയക്കങ്ങള്, ആരാധനയ്ക്ക് വന്നിരിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് പുറത്തോട്ട് പോകണമെന്നൊരു തോന്നല്, ഇരിക്കുന്ന കാണാൻ എഴുന്നേറ്റ് പുറത്തോട്ട് ഒറ്റ പോക്ക് പോകും. അവൻ എന്തിനാ കാരണം എന്നറിയാമോ പോകുന്നത്? അവനല്ല, മറ്റേ പുള്ളിയാ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തോന്നല് കൊണ്ടുവരുന്നതാ. സ്വർലോഹങ്ങൾക്കകത്ത് ദുഷ്ടാത്മ സേനയുണ്ട്, ദൈവസഭയ്ക്കകത്ത് പിശാചിന്റെ പ്രവൃത്തിയുണ്ട്. അത് മനസ്സിലാക്കിക്കൊള്ളണം. അതുകൊണ്ടാണ് സഭയ്ക്കകത്ത് ഇടർച്ചകളും കലക്കങ്ങളും അനാത്മികതകളൊക്കെ വരുന്നത്. ഈ ദൈവത്തിന്റെ വചനം ശക്തിയോടുകൂടെ പ്രസംഗിക്കുമ്പോൾ ഈ ദൂത് ഇവിടെ പ്രകാശിക്കാതിരിക്കുവാൻ ഒരു ദുഷ്ടാത്മ സേന ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് പലർക്കും വാ തുറക്കാൻ കഴിയുന്നില്ല. പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കത്തില്ല, സ്വോത്രം ചെയ്യാൻ പറഞ്ഞാൽ സ്വോത്രം ചെയ്യത്തില്ല, വധൂര് ഏറ്റെടുക്കാൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നില്ല. കാരണം സ്വർലോഹങ്ങൾക്കകത്ത് ദുഷ്ടാത്മ സേനയുണ്ട്. പിശാച് പിടിച്ച് കെട്ടിവെക്കും, പറയും ശ്രദ്ധിക്കല്ലേ, ഇങ്ങോട്ട് നോക്കിക്കൊള്ളണമേ എന്നൊക്കെ പറഞ്ഞ് പിശാച് അങ്ങോട്ട് വലിച്ചുകൊണ്ടുപോകും. മനസ്സിലാക്കിക്കോ, പോരാട്ടമുണ്ട്. നീ പോരാടി ജയിക്കണം. സ്തോത്രം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്ഷങ്ങളോടല്ല ദൈവമക്കളെ, പിശാചിന്റെ സൈന്യത്തോട് പോരാടണം. ഈ അന്ധകാര ലോകത്തിന്റെ അധിപതികളോട് പോരാടണം. സ്വർലോഹങ്ങൾ വ്യാപരിക്കുന്ന ദുഷ്ടാത്മ സേനയോട് ദൈവമക്കൾ പോരാടണം. ദാവീദ് പറയുന്നു, എന്താ പറയുന്നറിയാമോ? എന്റെ ശത്രുക്കളോ ബലവും ശക്തിയേറിയ ശത്രുക്കളാകുന്നു. ഈ ശത്രുക്കളെ കർത്താവ് എന്റെ മുമ്പിൽ തോൽക്കുമാറാക്കി. ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. ദാവീദ് അവന്റെ ജീവിതത്തിൽ നേരിട്ട ഏറ്റവും ബലമുള്ള ശത്രു എന്ന് പറയുന്നത് ഗോലിയാത്ത. ഗോലിയാത്തിനെ നേരിട്ട സന്ദർഭം നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. ദാവീദിന്റെ 3 ജ്യേഷ്ഠന്മാര് ഏലിയാബ്, അബിനദാബ്, ശമ്മ, ഇവരുൾപ്പെടെ ഉള്ളവർ ശൗലിന്റെ കൂടി ഇസ്രായേൽ പാളയത്തിൽ ചെന്ന് യുദ്ധത്തിന് നിൽക്കുക. 40 ദിവസമായിട്ട് ഫെലിസ്ത്യൻ വന്നിട്ട് മുമ്പിൽ നിന്നുകൊണ്ട് ഗോലിയാത്ത് വെല്ലുവിളിക്കുക. തന്റെ ഇടമുള്ളവനുണ്ട്, കേറി വാ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തെ ദൂഷിച്ച് നിന്ദിച്ചുകൊണ്ട് ഇവനിങ്ങോട്ട് പരിഹസിച്ചുകൊണ്ട് വെല്ലുവിളിക്കുക. ഫെലിസ്ത്യനോട് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുവാൻ ഇസ്രായേൽ മക്കൾ ചെല്ലും. പക്ഷേ ഗോലിയാത്തിനെ കാണുമ്പോൾ പേടിച്ചു പുറമോട്ട് പോകും. അപ്പോഴാണ് ദാവീദ് അവിടേക്ക് ചേട്ടന്മാർക്ക് ഭക്ഷണവുമായിട്ട് അപ്പന്റെ നിർദ്ദേശം ചെല്ലുന്നത്. ചെന്നീ പരിപാടികളൊക്കെ ഒന്ന് കണ്ടു, യവന്റെ വെല്ലുവിളിയൊക്കെ കണ്ടു. എന്താ ചേട്ടാന്ന് മൂത്ത ചേട്ടനോട് ചോദിച്ചു. ഏലിയാബ് പറഞ്ഞു, കളിക്കാൻ നിൽക്കല്ലേ പൊന്നുമോനെ, മര്യാദയ്ക്ക് വീട്ടിൽ പോ. കുറെ ആടുകൾ ഉള്ളതിനെ കളഞ്ഞിട്ട് നീ ഇവിടെ വന്നേക്കുന്നത്, എനിക്കറിയാം നീ യുദ്ധം കാണാനാ വന്നേക്കുന്നത്. ഇത് കണ്ടിട്ട് ദാവീദിന് സഹിക്കുന്നില്ല. ദാവീദ് നോക്കിയപ്പോൾ അവൻ വീണ്ടും ദൈവത്തെ ദുഷിക്കുന്നു. ഇസ്രായേൽ നിരകളുടെ ദൈവമായ യഹോവയെ ദുഷിക്കുന്നു. ആ ദുഷിക്കുന്ന ശബ്ദം ദാവീദിന്റെ കാതുകളിലെത്തി. അവൻ ഓർത്തു, ഈ ഗോലിയാത്തിനെ വിട്ടാൽ ശരിയാവത്തില്ല, എനിക്ക് യുദ്ധം ചെയ്യാൻ കഴിയും. ഇവനെ എന്തുകൊണ്ട് യുദ്ധം ചെയ്ത് തോൽപ്പിച്ചുകൂടാ? ശബ്ദം ശൗലിന്റെ കാതുകളിലെത്തി. ശൗല് പയ്യനെ വിളിപ്പിച്ചു. നിന്നെ കൊണ്ട് വല്ലതും നടക്കുമോ? കൊച്ചു പയ്യനാ, പവിട നിറമുള്ളവനാ, കോമള നേത്രനാണ്, ഒരു കൊച്ചു പയ്യൻ. അവൻ പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റുമെന്നേ. നീ എന്താ പറയും? നിന്നെ കൊണ്ട് ഇത് എങ്ങനെ പറ്റുമെന്നാ പറയുന്നത്? അവൻ പറഞ്ഞു, പണ്ട് ഞാൻ എന്റെ അപ്പന്റെ ആടുകളെ തീറ്റിക്കൊണ്ട് വനാന്തരത്തിലായിരുന്നപ്പോൾ അവിടെ വെച്ചൊരു സിംഹം എന്റെ ആടുകളെ തിന്നുവാൻ കടന്നു വന്നു. അന്ന് ആ സിംഹത്തെ ഞാൻ കീറിക്കളഞ്ഞു. 2, ഒരു കരടി എന്റെ അപ്പന്റെ ആടുകളെ തീറ്റിക്കൊണ്ടിരുന്നപ്പോൾ ഒരു കരടി കടന്നു വന്നു. ആ കരടിയെ താടിക്ക് പിടിച്ച് ഞാൻ വലിച്ചു കയറി. ആ സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്റെ ദൈവം എന്നെ രക്ഷിച്ചെങ്കില് എനിക്കൊരവസരം എന്താ? ഈ ഗോലിയാത്തിന്റെ കയ്യിൽ നിന്നും ദൈവം നമ്മളെ രക്ഷിക്കും. സ്തോത്രം. ദാവീദിനെ സമ്മതിച്ചു. ഒന്ന് പൊക്കോളാൻ പറഞ്ഞു. അവന് യൂണിഫോം ഒക്കെ അങ്ങോട്ടിട്ടു, തലയിൽ കവചം, തലയിലെ ശിരസ്ത്രം വെച്ചു കൊടുത്തു, കവചം ഇട്ടുകൊടുത്തു, ഷൂസ് ഇട്ട് കൊടുത്തു. ആദ്യമായിട്ട് ഈ NCCക്ക് ചേരുന്ന പിള്ളേർ ഇട്ടോട് നടക്കാൻ നോക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ. നടക്കാൻ നോക്കിയാൽ നടക്കാൻ പറ്റത്തില്ല. പ്രിയ
പ്രിയാടിയ മക്കളെ, അവൻ ഇട്ട് നോക്കിയിട്ട് നടക്കാൻ പറ്റുന്നില്ല. അവൻ പറഞ്ഞു, എന്റെ പൊന്നച്ച, ഞാൻ ഇന്ന് ശീലിച്ചിട്ടില്ല, എനിക്കിതൊന്ന് ഊരി തരാമോ? ഊരി കയ്യിൽ കൊടുത്തിട്ട് അവൻ മുന്നോട്ട് ചെന്നു. ഫെലിസ്തീനായ ഗോലിയാത്ത് നിന്നുകൊണ്ട് ഇസ്രായേൽ നിരകളുടെ ദൈവമായ യഹോവയെ ദുഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയന്റെ വടിയും കയ്യിൽ പിടിച്ച് അവന്റെ കയ്യിലുള്ളതായ കവണയും കയ്യിൽ പിടിച്ച് തോട്ടിൽ നിന്ന് മുനിസമുള്ള 5 കല്ലും കയ്യിലെടുത്ത് അവൻ മുന്നോട്ട് ചെന്നിട്ട് പറഞ്ഞു, ഗോലിയാത്തേ, നീ വേലും കുന്തവുമായിട്ട് എന്റെ നേരെ വരുന്നു, പക്ഷെ ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നുവെന്ന് പറഞ്ഞിട്ട് അവൻ കവണ കറക്കി ഒരൊറ്റയേറ് കൊടുത്തു. കല്ല് ചെന്ന് ഗോലിയാത്തിന്റെ നെറ്റിയിൽ പതിച്ചു. ഒരു വന്മല തരിഞ്ഞു വീടുന്നത് പോലെ പുറകോട്ട് വീണു. ദാവീദ് ഓടിച്ചെന്നു അവന്റെ വാളൂരി കഴുത്ത് വെട്ടി കയ്യിൽ പിടിച്ചു. നേതാവ് തോട്ടം നിറഞ്ഞു ഫെലിസ്തർ ജീവനും കൊണ്ട് ഓടി. ഇസ്രായേൽ സൈന്യം ഫെലിസ്തരെ യുദ്ധത്തിൽ തോൽപ്പിച്ചു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദാവീദ് ഓർത്തു. എന്താ ഓർത്തെന്നറിയാമോ? ഈ ഗോലിയാത്തിനെ കീഴ്പ്പെടുത്തുവാൻ എന്നെ കൊണ്ട് കഴിയും. കാരണം എനിക്ക് മുമ്പ് ഒരു സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്റെ ദൈവം എന്നെ രക്ഷിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ജീവിതത്തിൽ ഇതുപോലെ പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിടുമ്പോൾ നിന്നെ തകർക്കുന്ന, നിന്നെ നിന്ദിക്കുന്ന, നിന്നെ ഒടുക്കിക്കളയുന്ന ശത്രുവിനെ കാണുമ്പോൾ നീ തിരിഞ്ഞു ഓർത്തു നോക്ക്. നിന്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ദൈവം തമ്പുരാൻ നിന്നെ മാനിച്ച വിധങ്ങൾ, നിന്നെ ഉയർത്തിയ വിധങ്ങൾ, നിനക്ക് ആരും സഹായമില്ലാതിരുന്ന സമയത്ത് ദൈവം നിന്നെ സഹായിച്ച വിധങ്ങൾ, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നിന്റെ ജീവിതത്തിലുള്ള അത്ഭുതങ്ങൾ, ഒരു നിമിഷം നീ ഒന്ന് ഓർക്ക്. ആ ദൈവം നിന്റെ ദൈവമാണ്. നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. പ്രിയ ദൈവമക്കളെ, ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഇന്ന് രാത്രി ദൈവസന്നിധി വിട്ട് മടങ്ങിപ്പോകുമ്പോൾ ദൈവത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് മടങ്ങിപ്പോകാവൂ. ഇന്ന് രാത്രി ദൈവം നിന്റെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ ചെയ്യും. ദൈവം നിന്റെ ജീവിതത്തിൽ ചില കെട്ടുകൾ അടിക്കും. ദൈവം ചിലരെ ഇന്ന് രാത്രി സൗഖ്യമാക്കും. ദൈവത്തിന്റെ ചില വിടുതലുകൾ ഇന്ന് രാത്രി കാണുവാൻ സാധിക്കും. തിരുവെഴുത്ത് പറയുന്നു, ദൈവം എഴുന്നേറ്റാൽ ശത്രു ചിതറി ഓടുവാൻ ഇടയായി തീരും. ഇന്ന് കണ്ട മിസ്രയീമിനെ നീ ഒരു നാളും കാണത്തില്ല. ഇന്ന് രാത്രി നിന്റെ വിടുതലിന്റെ രാത്രിയാണ്. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവസ്ഥ നിങ്ങളെ തന്നെ താഴ്ത്തി കൊടുത്താട്ടെ. ഒരു നിമിഷം വായി തുറന്ന് പ്രാർത്ഥിക്കണമേ. അന്ധകാര ലോകത്തിന്റെ അധിപതികളും ദുഷ്ടാത്മസേനകളും ഉണ്ടെന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിക്കൊണ്ട് പിശാചിനോട് വെല്ലിട്ടുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് പറ, സ്തോത്രം. നീ ഓർത്ത് ഗോലിയാത്തിനെ കണ്ട് ഭയപ്പെടാൻ നീ പറ, ഒരു സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും കർത്താവിനെ വിടുവിച്ചെങ്കിൽ ഈ ഗോലിയാത്തിന്റെ കയ്യിൽ നിന്നെ വിടുവിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം തമ്പുരാൻ നിനക്ക് ചെയ്തിട്ടുള്ള അത്ഭുതങ്ങൾ ഓർക്ക്. ഒരു നിമിഷം ഓർത്തു നോക്ക്. വായി തുറന്ന് പറ, കർത്താവെ, അന്ന് മരണത്തിൽ നിന്നെ വിടുവിച്ചില്ലേ? തലമുടി നാരടിക്ക് അപകടം എന്നെ വിട്ടൊഴിഞ്ഞു പോയില്ലേ? എത്രയോ അനർത്ഥങ്ങളിൽ കർത്താവ് എന്നെ വിടുവിച്ചില്ലേ? എനിക്ക് ആരും സഹായമില്ലാതിരുന്ന സമയത്ത് ദൈവമേ, നീ എനിക്ക് സഹായമായിട്ട് കടന്നു വന്നില്ലേ? എത്രയോ കഷ്ടങ്ങളിൽ നീ എനിക്ക് ജയം തന്നു. ആ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ വിടുവിച്ച ദൈവം ഈ ഗോലിയാത്തിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. ഈ പരീക്ഷയിൽ എനിക്ക് ജയം തരും. ഈ കഷ്ടതയിൽ കർത്താവ് എനിക്ക് ജയം തരും. ഇന്ന് രാത്രി നീ വിശ്വസിച്ച് ഏറ്റുപറ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ പ്രവർത്തിക്കുന്നു. ഇന്ന് രാത്രി ചില അത്ഭുതങ്ങൾ ചെയ്യുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ചില ജീവിതങ്ങളെ തൊടുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ചില ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. വർഷങ്ങളായി ഇതിനെ കെട്ടിവച്ചിരിക്കുന്ന ചില കെട്ടുകളെ കർത്താവ് പൊട്ടിച്ചെറിയുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. കുടുംബത്തിലെ ചില ശാപങ്ങൾ നിന്നെ വിട്ടൊഴിഞ്ഞ് സ്വസ്ഥമാക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നിന്റെ ജീവിതത്തിലെ പരാജയങ്ങളെ മാറ്റുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നീ വിട്ടുമാറാതെ നിന്നെ വേട്ടയാടുന്ന രോഗത്തിന്റെ ശക്തികളിൽ നിന്നും നിന്നെ വിടുവിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നിന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് നേരെ ഉയർന്നു വരുന്ന പരാജയത്തിന്റെ ശക്തികൾ ഒഴിഞ്ഞു പോകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നീ പഠിക്കുന്നു എന്ന് മനസ്സിൽ നിൽക്കാതെ മറന്നുപോകുന്ന ശക്തികൾ നിന്നെ വിട്ട് ഓടിപ്പോകാൻ പോകുന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ ചില പ്രവൃത്തികൾ നീ കാണാൻ പോകുകയാണ്. നിന്റെ ആത്മീക ജീവിതത്തിൽ നിനക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നീ വീണ്ടും തെറ്റിലകപ്പെട്ടു പോകുന്നു. ഇന്ന് രാത്രി ആ ശത്രു നിന്നെ വിട്ട് ഓടാൻ പോകുകയാണ്. രാത്രി ദൈവത്തിന്റെ വിടുതൽ കാണണം. പറ, ദൈവത്തോട് പറ, കർത്താവ് എന്നെ അനുഗ്രഹിച്ചിട്ടല്ല ഞാൻ എന്നെ വിടത്തില്ല.
യാക്കോബ് പറഞ്ഞതുപോലെ പറ, വായ് തുറന്ന് ധൈര്യമായിട്ട് പറ, കർത്താവേ എനിക്ക് വേണ്ടി പ്രവർത്തിച്ച മതിയാവത്തുള്ളൂ, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല കർത്താവേ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടിട്ട് ഞാൻ ഇവിടെ എഴുന്നേൽക്കത്തുള്ളൂ. പ്രിയ മക്കളെ, പരിശുദ്ധാത്മാവ് നിന്നെ സ്പർശിക്കുകയാണ്. നിന്റെ രോഗമുള്ള ഭാഗത്ത് നീ കരങ്ങളെ വെച്ചാട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു ഇലക്ട്രിക് പവർ പോലെ നിന്നിലേക്ക് ഇറങ്ങി വന്നിട്ട് ആ രോഗത്തിന്റെ ശക്തി നിന്നെ സൗഖ്യമാക്കും, നിന്നെ വിടുവിക്കും. 2 വർഷങ്ങൾക്കപ്പുറത്ത് ഹൃദയാഘാതത്താൽ മരണത്തെ മുഖാമുഖം കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. 2 വർഷങ്ങൾക്കിപ്പുറത്ത് ഈ കൊല്ലകടവ് കൺവെൻഷണൽ ശക്തിയോടെ ദൈവത്തിന്റെ വചനം പറയുന്നെങ്കിൽ എന്നെ യേശു ജീവിക്കുന്നു, എന്നെ യേശു സൗഖ്യമാക്കുന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്താട്ടെ. നിശ്ചയമായിട്ടും ദൈവത്തിന്റെ കരം നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവം എഴുന്നേൽക്കുന്നു, ശത്രു ചിതറി ഓടിടുന്നു. ദൈവം എഴുന്നേൽക്കുന്നു, ശത്രു ചിതറി ഓടിടുന്നു. സൈന്യത്തിനധിപൻ യേശുനാഥൻ രാജാവായി എഴുന്നള്ളുന്നു. സൈന്യത്തിനധിപൻ യേശുനാഥൻ രാജാവായി എഴുന്നള്ളുന്നു. ജയം ജയം അവൻ നാമത്തിൽ, ജയം ജയം നമുക്ക് സ്വന്തം. ജയം ജയം അവൻ നാമത്തിൽ, ജയം ജയം നമുക്ക് സ്വന്തം. ദൈവം എഴുന്നേൽക്കുന്നു, ശത്രു ചിതറി ഓടിടുന്നു. ദൈവം എഴുന്നേൽക്കുന്നു, ശത്രു ചിതറി ഓടിടുന്നു. സൈന്യത്തിനധിപൻ യേശുരാജൻ രാജാവായി എഴുന്നള്ളുന്നു. സൈന്യത്തിനധിപൻ യേശുരാജൻ രാജാവായി എഴുന്നള്ളുന്നു. ഓ ജയം ജയം അവൻ നാമത്തിൽ, ഓ ജയം ജയം നമുക്ക് സ്വന്തം. ഓ ജയം ജയം അവൻ നാമത്തിൽ, ജയം ജയം നമുക്ക് സ്വന്തം. ദൈവം എഴുന്നേൽക്കുന്നു, ശത്രു ചിതറി ഓടിടുന്നു. 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 ശത്രു ചിതറി ഓടും, പെരുവെള്ളത്തിൽ നിന്നെ വലിച്ചെടുക്കും. ഉയരത്തിൽ അവൻ നിന്റെ കരങ്ങളെ നീട്ടും. ദൈവത്തിന്റെ ദീപം നിന്റെ തലയ്ക്ക് മീതെ പ്രകാശിക്കും. അവന്റെ വെളിച്ചത്തിൽ നീ ഇരുട്ടിൽ കൂടെ നടക്കും. നിന്റെ ശത്രുക്കൾ നിന്നെ വിട്ട് ഓടും. അവൻ നിനക്ക് ജയം നൽകും. അതെ, യഹൂദ ഗോത്രത്തിലെ സിംഹം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്നു. ജയം ജയോ അവൻ നാമത്തിൽ, ജയം ജയോ നമുക്ക് സ്വന്തം. ജയം ജയോ അവൻ നാമത്തിൽ, ഓ ജയം ജയോ നമുക്ക് സ്വന്തം. ഓ ജയം ജയോ അവൻ നാമത്തിൽ, ജയം ജയം നമുക്ക് സ്വന്തം. ഓ ജയം ജയോ അവൻ നാമത്തിൽ, ജയം ജയം നമുക്ക് സ്വന്തം. ജയം ജയോ അവൻ നാമത്തിൽ, ജയം ജയം നമുക്ക് സ്വന്തം. ജയം ജയം അവൻ നാമത്തിൽ, ജയം ജയം നമുക്ക് സ്വന്തം. ജയം ജയം അവൻ നാമത്തിൽ, ജയം ജയം നമുക്ക് സ്വന്തം. പ്രിയ ദൈവജനമേ, പരിശുദ്ധാത്മാവ് നമ്മോട് ഇതുവരെയും കൃത്യമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സകല ഭക്തന്മാരുമായുള്ളവരെ വരുവിനെന്ന് എല്ലാരെയും വിളിച്ചിട്ടില്ല കേട്ടോ. വഴിയെ പോകുന്നവര്, അവിടെ നിൽക്കുന്നവര്, ഇവിടെ നിൽക്കുന്നവരെയൊന്നും വിളിച്ചിട്ടില്ല. സകല ഭക്തന്മാരുമായുള്ളവരെ വരുവിൻ.
ഇന്ന് രാത്രിയിൽ ഭക്തന്മാരുടെ ദൈവം സംസാരിച്ചുകൊണ്ടിരുന്നു. ഭക്തന്മാരായിരുന്നവരുടെ ചെവി തുറന്ന് പലരും ദൈവത്തിന്റെ വചനം ശ്രവിച്ചുകൊണ്ടിരുന്നു. പരിശുദ്ധാത്മാവ് അവരോട് കൃത്യമായി ഇടപെട്ടുകൊണ്ടിരിക്കാൻ തുടർന്ന് ഇടപെടാൻ പോകുക. ഒരു നിമിഷങ്ങളുടെ കണ്ണുകളെ മൂടി ചുരുങ്ങിയ മിനിറ്റുകൾ മാത്രം നീ ഒരു ഭക്തനാണോ, നീ ഭക്തയാണോ എന്ന് വെളിപ്പെടാൻ പോകുക. നീ ഒരു ദൈവഭക്തനാണെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നോട് കൃത്യമായി ഇടപെടും. പരിശുദ്ധാത്മാവ് നിന്റെ അന്തരാത്മാവിൽ ശക്തിയായി സംസാരിക്കാൻ ആരംഭിക്കും. ഒരു വിടുതൽ നിനക്കുണ്ടാകും. ഈ രാത്രികാലം ദൈവ സാന്നിധ്യം നിനക്ക് അനുഭവിച്ചറിയാൻ കഴിയും. ദൈവ കൃപ നിനക്ക് അനുഭവിച്ചറിയാൻ കഴിയും. ദൈവ സമാധാനം നീ അനുഭവിച്ചറിയും. ദൈവിക സന്തോഷം നിന്നെ അനുഭവിച്ചറിയാൻ ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സുള്ളവരെ ഏൽപ്പിച്ചോട്. എല്ലാവരും കണ്ണുകളെ മൂടി. ഇടത്തും വലത്തും നീ നോക്കണ്ട. ക്രൂശിലേക്ക് നോക്ക്. ക്രൂശിക്കപ്പെട്ട കർത്താവിനെ നീ നോക്ക്. ഉയരത്തിലേക്ക് കണ്ണുകളെ ഉയർത്തോ. Praise the Lord.